നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ. ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വഃ. ബാലരിവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോ മേ. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ജാലകരാളമത്യുഗ്രം ശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേ. ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. ഓം നമശ്ചണ്ഡികായേ നമോ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. വാഗർദ്ധാവിവ സംപ്രക്തോ വാഗർദ്ധ പ്രതിപത്തയേ. ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. വാഗർദ്ധതുല്യം ബിരിയാതയുള്ള യോഗത്തോടും ലോകപിതാക്കളായി പേർ കേട്ട ഗൗരി പരമേശ്വരർക്കായി വാഗർദ്ധബോധം വരുവാൻ തൊഴുന്നേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പുനരുദ്ധാരണത്തിൻ്റെ നവീകരണത്തിൻ്റെ എല്ലാം ഭാഗമായി പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓമിയൂർ ദേവസ്ഥാനം വിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ 1971 മുതൽക്ക് ഗുരുവായൂരമ്പലം കത്തിയ ആ വർഷം മുതൽക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ജപിച്ചും തപിച്ചും കാലം കഴിച്ചുകൂട്ടി പോകുന്നതെല്ലാം തന്നെ സ്മരിച്ചുകൊണ്ട് ഈ വർഷവും ഈ സന്ദർഭത്തിൽ ഒരു പ്രഭാഷണം നടത്താനുള്ള ഇട കിട്ടിയതൊരു ദൈവഭാഗ്യമായിട്ട് കരുതുകയാണ്. ഗുരുരേവ ശിവസ്വയം എന്നുള്ള പ്രഖ്യാപനവും, ഗുരുവായിട്ട് ശിവൻ മാത്രമേ ഉള്ളൂ, ശിവൻ തന്നെയാണ് ഗുരു, അത് വാസ്തവത്തിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലായാലും ഇതര രൂപത്തിലായാലും
ശിവതത്വം തന്നെയാണ് ഗുരുതത്വം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ സംസ്കാരം സനാതനം തന്നെയാണ്. മിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കഥാഗോളങ്ങളെയും കഥാപാത്രങ്ങളെയും എല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിൽ ആക്ഷേപസ്വരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും നമുക്ക് പ്രശ്നമില്ല. കാരണം സനാതനധർമ്മിക്ക് മിത്ത് എന്താണെന്നറിയാം. ജഗൻ മിഥ്യ എന്ന് പറയാനും മടിയില്ലാത്ത നമുക്ക് ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സനാതനമായിട്ടുള്ള സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് എന്തു പറഞ്ഞാലും സനാതനം എന്ന് പറഞ്ഞ് അർത്ഥം മനസ്സിലാക്കാതെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, അതുപോലെ തന്നെ മിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ദുരാരോപണങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ സത്യത്തെ മാത്രം ധ്യാനിച്ചു കൊണ്ടുപോകുന്ന സത്യം പരം ധീമഹി എന്ന് പറയുന്ന ഭാഗവതത്തെ നമ്മൾ മാറോട് ചേർത്ത് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാൻ ഒരുമ്പെടുന്ന സത്യാന്വേഷികളായിട്ടുള്ള ഒരു കൂട്ടം ജനതതി ആയതുകൊണ്ട് നമുക്ക് സനാതനം എന്ന് പറയുന്ന സത്യത്തെ അറിയാം. അല്ലെങ്കിൽ അതെന്താണെന്ന് വ്യക്തമായിട്ട് ധരിച്ചിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ദുരാരോപണങ്ങളൊന്നും ഏൽക്കുകയില്ല. ഇതെല്ലാം തന്നെ ആമുഖമായിട്ട് പറയാൻ കാരണം അടുത്ത ഇട എങ്ങനെയെല്ലാം നമ്മുടെ സംസ്കാരത്തെ ഇകഴ്ത്താമോ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നാലുപാടും നടന്നു വരുന്നൊരു കാലഘട്ടമായതുകൊണ്ടാണ്. നമ്മുടെ ഇടയിലുള്ളവർ പോലും യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാതെ എന്തും പുലമ്പാൻ തയ്യാറെടുത്തിരിക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറഞ്ഞത്. ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ സനാതനമായിട്ടുള്ള തത്വത്തിലേക്കും സത്യത്തിലേക്കും നമ്മെ നയിക്കുന്ന മാർഗമാണെന്ന് വ്യക്തമായി ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നതും ആ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് കടലിൽ കൊണ്ടുപോയി തള്ളുന്നതും അത്തരത്തിൽ ആരാധനയിലൂടെ നമ്മൾ കടന്നു കയറുന്ന പ്രണവത്തിലേക്കാണെന്ന് ഉത്തമബോധ്യമുള്ള ഒരു കൂട്ടരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് നമുക്ക് സനാതനത്വം എന്ന് പറയുന്ന സംഗതി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിൽ ജാതിഭേദവും മതദ്വേഷവും എല്ലാം തന്നെ വച്ചു പുലർത്തുന്ന ഒരു കൂട്ടം ജനതയെ വാർത്തെടുക്കുന്നതാണ് സനാതന ധർമ്മം എന്നുള്ളത് അറിവില്ലായ്മയുടെ പ്രതിഫലനമാണ്, അഥവാ അതിൻ്റെ പരിണത ഫലമാണ്. എല്ലാ തരത്തിലും നാം സനാതനധർമ്മത്തെ മനസ്സിലാക്കുന്ന പക്ഷം ഇവിടെ ഇടക്കാലത്ത് വന്ന പുഴുക്കുത്തുകളെല്ലാം തന്നെ മാറി മറിഞ്ഞ് ഒരു നവീന മനുഷ്യൻ വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തു പോരും നമ്മുടെ മതത്തെ, സംസ്കാരത്തെ, പൈതൃകത്തെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടും അറിയാം സനാതന ധർമ്മം എന്ത്. ഇപ്പോൾ ഭാരതമെമ്പാടെ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ ഉയർന്ന എല്ലാ തരത്തിലുള്ള ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സനാതനത്വം. ഈ സനാതനം എന്ന് പറയുന്ന സംഗതി നമ്മുടെ മമ്മിയൂർ തേവര് ഇവിടെ രണ്ട് പ്രതിഷ്ഠാ വിഗ്രഹങ്ങളിലൂടെ, ആ വ്യത്യസ്ത വിഗ്രഹങ്ങളിലൂടെ, പ്രതിഷ്ഠാമൂർത്തികളിലൂടെ, വിഷ്ണുവായിട്ടും നാരായണനായിട്ടും രണ്ട് ശ്രീകോവിലുകളിലൂടെ നമുക്ക് പ്രദർശിപ്പിച്ചു തന്നിട്ടുള്ളതും ഈ സനാതനമായിട്ടുള്ള സത്യമാണ്, തത്വമാണ്. നമുക്കറിയാം മണ്ഡലക്കാലം കഴിഞ്ഞു, ഇനി മകരവിളക്കിനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലും സനാതനം എന്ന് പറയുന്ന ഒരവസ്ഥ വിഷ്ണുവിൻ്റെയും ശിവന്റെയും സങ്കലനം കൊണ്ടുണ്ടായി എന്ന് നിസ്തർക്കം പറയത്തക്ക രീതിയിലാണ് ശാസ്താവിൻ്റെ സങ്കല്പം. സങ്കല്പം എന്നുള്ള വാക്ക് നമുക്ക് സ്വതസിദ്ധമാണ്, സ്വന്തമാണ്. സമ്യക്കായിട്ട് കൽപ്പിക്കാനുള്ള ഒരു അധികാരമുള്ള വ്യക്തിക്ക് മാത്രമേ സങ്കല്പമുള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കുകയാണ്, മൂർത്തി കൽപ്പന. അത് പൂജയ്ക്കായാലും ഇതര വിഷയങ്ങളിലായാലും ആ മൂർത്തിയെ കൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും തക്ക ശേഷിയും നട്ടലിന് നല്ല മൂപ്പും ഉറപ്പും ഉള്ള ഒരു സമൂഹമാണ് സനാതന ധർമ്മം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലാതെ ഇതെല്ലാം തന്നെ കെട്ടുകഥകളായിട്ടും കേട്ടുകേൾവികളായിട്ടും അതുപോലെ അന്ധവിശ്വാസജന്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത് മഹാമോശം. കാരണം ഇതിന്റെ അടിത്തറയിലേക്ക് കടന്നു കയറാനും അതിൽ ഉയർത്തിയിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള സൗഹൃദത്തെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഈ ഇടയ്ക്ക് തന്നെ അങ്ങേയറ്റം അരോചകമായിരിക്കുന്ന ഒരു കാര്യം നടത്തി തീർത്തത്, കാട്ടിക്കൂട്ടിയത് നമ്മുടെ ആൾക്കാരാണ്. ഭാഗവത സത്രം 41ാമത് നടക്കേണ്ടത് വിളംബരം ചെയ്ത് തിരുവല്ലയിൽ 41ാമത്തെ സത്രം ചമ്മനാട് എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 78ഓളം നാരായണീയ സമിതിക്കാർ വന്ന് അത്തരത്തിൽ നാരായണീയം ഈ പകൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തെന്നില്ലാത്ത തമ്മിത്തല്ലെല്ലാം തലകേറുള്ളൂ. നമ്മൾ തന്നെയാണ് ഇതെല്ലാം തന്നെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ഒരു കൂട്ടർ ഇവിടെ ഗുരുവായൂർ വന്നിട്ട് അവിടെ ഏതാണ്ട് ഒക്കെ കാട്ടിക്കൂട്ടി സത്രമാണെന്ന് ഇങ്ങനെ വരുത്തി തീർത്തു. അവിടെയാണെങ്കിൽ മറ്റൊരു കൂട്ടര് ആ സത്രമെല്ലാം തന്നെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതെന്തിനാണ് അപ്പം ഇത്തരത്തിൽ ഒരു ദ്വൈത
ഭാവമുണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ തന്നെയാണ് പ്രഖ്യാപിച്ച ദ്വൈതം എന്ന് പറയുന്നത് ഭീതികരമാണ്. ഭയപ്പെടുത്തുന്ന ദ്വൈതം എന്ന് പറയുന്ന ഒരവസ്ഥ ആശ്രികമായതുകൊണ്ട് അത് പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് മമ്മിയൂർത്തേവരുടെ ഈ ആസ്ഥാനം. അവിടെ വിഷ്ണുവും ശിവനും ഇങ്ങനെ ഒത്തൊരുമിച്ചിരിക്കുന്നു, ദ്വൈതഭാവം വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ്. രംഗം കുരംഗവും എടുത്തിട്ടുപാതിയുടൽ, ശംഖം രഥാംഗവും എടുത്തിട്ടുപാതിയുടൽ, ഏകാക്ഷരം നവഹിരൂപം നിനപ്പോന് പോകുന്നു മോഹവഴി എന്ന് എഴുത്തച്ഛൻ പാടിയത്. ഈ രണ്ട് വിഗ്രഹങ്ങളെയും മൂർത്തിഭേദങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രണവമെന്ന് പറയുന്ന ഒന്ന് മാത്രമേ സത്യമുള്ളൂ, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് ആ സനാതന തത്വത്തെ പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് നമ്മുടെ പൂർവികരെല്ലാവരും തന്നെ പോയത്. ആ സത്യത്തെയാണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം ധ്യാനിച്ചതും. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു നിമിഷം ഇങ്ങനെ മറന്നുപോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിന് സനാതനം എന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന സനാതന കാര്യങ്ങളെ, ആ വസ്തുതകളെല്ലാം തന്നെ പഠിക്കാൻ കൂട്ടാക്കാതെ എന്തെങ്കിലും വിളിച്ചു പോകുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കെടുതികളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറട്ടെ, അതിനൊരു നവീകരണം, അതും ഒരു പൊളിച്ചുപണി, നമ്മൾ ക്ഷേത്രത്തിന്റെ പൊളിച്ചുപണി പോലെ അതും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മമ്മിയൂർ തേവരും സാക്ഷാൽ വിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പൻ തൊട്ടടുത്ത് അത്തരത്തിലുള്ള ഈശ്വര ഭാവങ്ങളെല്ലാം തന്നെ അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. യോഗമില്ലാത്തൊരവസ്ഥയാണ് ഇതിനെല്ലാത്തിനും കാരണം. ആമുഖമായിട്ട് പറഞ്ഞ കേടുകൾക്ക് കാരണം യോഗമില്ലാത്തതാണ്. എന്താ യോഗം? യോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന യോഗവും ക്ഷേമവും ഒക്കെ ഭഗവാൻ വഹിച്ചുകൊള്ളാമെന്ന് അനന്യശ്ചിന്തയം മാം യേജന പരിഭാസതേ ദേശം നിത്യ അഭിയുക്താനം യോഗ ക്ഷേമം വഹാമ്യതം. അവിടെ യോഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിക്ക് യോഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയെന്നോ കുറെ ആളുകളെല്ലാവരും തന്നെ കൂടിയിട്ട് ഒരു സംഘടന രൂപീകരിച്ച് ഉണ്ടാക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി എന്നോ അങ്ങനെയാണല്ലോ NSS കരയോഗമായാലും SNDP യോഗമായാലും. അതുപോലെ യോഗങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യോഗം അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി പറയുന്ന പോലെ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത് സമത്വം യോഗ ഉച്ചത എന്ന് തന്നെയാണ്. സമത്വം യോഗ ഉച്ചത. അപ്പോൾ സമത്വം എന്ന് പറയുന്ന ഈക്വാലിറ്റി അത് യോഗത്തിന്റെ ഒരു പ്രത്യേക സംഭാവനയാണ്, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. ആ യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്പരം വേറുപോറില്ലാത്ത അഭേദമായിരിക്കുന്ന ഒരവസ്ഥ ജനിപ്പിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് എന്ന് പതഞ്ജലി. അപ്പോൾ പതഞ്ജലിയായാലും ഭഗവാനായാലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള യോഗ എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ഭാവം ഒരു മാനസിക സ്ഥിതിയാണ്. അലങ്കോലപ്പെട്ടിരിക്കുന്ന മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചാടി നമ്മെ എല്ലാവരെയും പല രീതിയിൽ വികാരഭരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന മനസ്സ്, ആ മനസ്സിന് ഏകാഗ്രത കിട്ടുമ്പോൾ, അതിന്റെ ചഞ്ചലാത്മകതകൾ എല്ലാം തന്നെ ഇല്ലാതെയാവുമ്പോൾ, സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സിന്റെ ഉടമയാവുമ്പോൾ, ആ സമത്വഭാവത്തിലേക്ക് നമ്മൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് ഈ പറയുന്ന രീതിയിൽ സമത്വം, അതാണ് യോഗ. അപ്പൊ യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിനെ എല്ലാ തരത്തിലും ക്രമീകരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആക്കിക്കൊണ്ട് അത്തരത്തിലുള്ള മനസ്സിനെ എല്ലാം തന്നെ രൂപഭേദം വരുത്തിക്കൊണ്ട് ഏതൊരു മനസ്സാണോ ചിത്തമാകുന്നതും ബുദ്ധിയാകുന്നതും അത്തരത്തിലൊരു പരിണാമ പ്രക്രിയയിലേക്ക് നമ്മെ നയിക്കുന്ന യോഗ, അതാണ് വിഷയം. ശിവയോഗ. ശിവയോഗ എന്ന് പറയുമ്പോൾ ശിവൻ യോഗാധിപനായതുകൊണ്ടാണല്ലോ നമഃശിവായ ശാന്തായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ യോഗീനാം പദയേ നമഃ. ഇതുപോലെ തന്നെയല്ലേ എത്ര യോഗേശ്വര കൃഷ്ണ. അപ്പോ ഭഗവത്ഗീതയിലായാലും കൃഷ്ണനെ യോഗേശ്വരനായിട്ട് കാണുകയും അതുപോലെ ശിവനെ ഇങ്ങനെ യോഗീനാം പദയേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ പൈതൃക സമ്പത്താണ്. അത് നമ്മുടെ സനാതനധർമ്മത്തിന്റെ പ്രത്യേകതയുമാണ്. നമ്മൾ എല്ലാ തരത്തിലും ക്ഷേത്രം നിർമ്മിക്കുന്നതും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നതും ആധ്യാത്മിക വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടതും ഈ യോഗാവസ്ഥയാണ്. യുജ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഉൽപ്പന്നമാണ്, ഉണ്ടായതാണ് എന്നെല്ലാവരും ഇങ്ങനെ പഠിക്കുന്നുണ്ട്. യുജ യോജിക്കുക എന്ന് പറയുന്നത്. അപ്പൊ യോജിക്കുക എന്ന് പറയുന്നത് എന്തും ഏതുമായിട്ടാണ് യോജിക്കേണ്ടത്, അല്ലെങ്കിൽ പരസ്പരം യോജിക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ യോജിച്ചിരിക്കുന്ന ഒരവസ്ഥ ചിന്തിച്ചാൽ മതി. അപ്പൊ ഏതൊരു വിഷ്ണു ഭഗവാനും ഏതൊരു ശിവപെരുമാളും അവർ തമ്മിൽ യോജിക്കുന്ന രീതി ഒന്നുകൂടി കടന്നു ചിന്തിച്ചാൽ വിഷ്ണുവിൻ്റെതായുള്ള വൈകുണ്ഠം എന്ന് പറയുന്ന അന്ധകരണം, മനസ്സ്, ബുദ്ധിചിത്തം, അതുപോലെ അഹങ്കാരം എന്ന് പറയുന്ന 4 കൂട്ടം കാര്യങ്ങളോട് കൂടിയ
അന്ധകരണം എന്ന് പറയുന്ന വിഷ്ണുലോകം വൈകുണ്ടാവും. അതും ഈ കൈലാസം എന്ന് പറയുന്ന തലച്ചോറെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠം എന്ന് യോഗികൾ പറയുന്ന സഹസ്രാര പത്മം. ഇത് രണ്ടും കൂടി യോജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന യോഗാവസ്ഥയാണ് ഈ മമ്മിയൂർത്തെ അവരിവിടെ കാണിച്ചു തരുന്നത്. ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ. ഈ ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മഹാമന്ത്രങ്ങളിലൂടെ വൈഷ്ണവ കലയെയും ചൈതന്യത്തെയും അതുപോലെ ഈ പറയുന്ന ശൈവകലയെയും ചൈതന്യത്തെയും രണ്ടിനെയും യോജിപ്പിക്കുന്ന രീതി വരുമ്പോൾ അതിന്റെ പേരാണ് യോഗ. ഒന്നുകൂടി കടന്നു കഴിഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്ന ഭക്തിയുടെ കേന്ദ്രത്തെയും മനസ്സ് എന്ന് പറയുന്ന ചിത്തത്തിന്റെ ആ അവസ്ഥയെയും അതുപോലെ തന്നെ ബുദ്ധിയുടെ തലത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നത് യോഗ. മനസ്സെന്ന് പറയുമ്പോൾ വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്, നേരെ മറിച്ച് ബുദ്ധി എന്ന് പറയുമ്പോൾ വിചാരപരമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിതലവും മാനസിക തലവും തമ്മിൽ യോജിക്കുമ്പോൾ കിട്ടുന്ന അതിസുന്ദരമായിരിക്കുന്ന ഒരവസ്ഥ അത് തന്നെയാണ് യോഗ. അപ്പൊ എല്ലാ തരത്തിലും യോഗാവസ്ഥ അത് സമ്പാദിക്കണമെങ്കിൽ കനിഞ്ഞ് അനുഗ്രഹിക്കേണ്ടത് ശിവപെരുമാൾ യോഗിയായതുകൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന അന്ധകരണത്തിന്റെ ഉടമ അദ്ദേഹവും നമ്മെ അനുഗ്രഹിച്ചേ മതിയാവും. നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം നമ്മളെല്ലാവരും എല്ലാം അറിയുന്നവരാണ്. നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൂടാത്ത യാതൊന്നുമില്ല. ഭാഗവത സപ്താഹം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഭാഗവത സത്രം നടക്കുമ്പോഴും അവിടെ ഇങ്ങനെ ഓടി വരുന്നു ഓടിപ്പോകുന്ന ആ ജനങ്ങളെ കാണുമ്പോൾ അവർ കേൾക്കാൻ വന്നവരാണോ അതോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നവരാണോ എന്നൊരു സംശയം വരും. പ്രസംഗം കേവലമായിരുന്നു. ചിദാനന്ദപുരി ഗംഭീരമായിട്ട് പ്രസംഗിച്ചു. ഭൂമാനന്ദ സ്വാമിയുടെ പ്രസംഗം അങ്ങേയറ്റം ഗംഭീരമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ശ്രോതാക്കൾ കഷ്ടമെന്ന് പറയണ്ടേ. നമുക്ക് എന്ത് കഴിവാണുള്ളത് ഈ പ്രസംഗിക്കുന്ന പ്രഗത്ഭന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ട് പ്രസംഗം നന്നായിരുന്നു എന്ന് പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? അനുഷ്ഠാനം പോലുമില്ല. വല്ലപ്പോഴും ഇതിൽ കൂടി ഗുരുവായൂർക്ക് പോകുമ്പോൾ മമ്മിയൂർക്ക് കയറി തൊഴുതു എന്നുള്ളൊരു ക്രെഡിറ്റ് അല്ലാതെ അത് വിട്ടിട്ട് മറ്റു വല്ലതും നമുക്ക് മമ്മിയൂരുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇവിടമാണ് വാസ്തവത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാനുള്ള സങ്കേതം കാണിച്ചു കൊടുത്ത ഉമാമഹേശ്വരന്മാരുടെ സങ്കേതം എന്ന് നമ്മൾ അറിയുന്നേയില്ല. അവിടെ പ്രതിഷ്ഠിച്ചുകൊള്ളൂ എന്ന് ഗുരുവിനോടും വായുവിനോടും പറഞ്ഞ് പ്രതിഷ്ഠിക്കാനുള്ള ആ സ്ഥാനം സൂചിപ്പിച്ച് കൊടുത്ത ആ ഗുരു ഏതൊരു ശ്രേഷ്ഠമതിയായിരിക്കുന്ന ശിവപെരുമാളാണോ തൽ പത്നിയായിരിക്കുന്ന പാർവതീ സമേതനായിട്ട് അങ്ങനെ ആ തരത്തിലുള്ള നിർദ്ദേശം കൊടുത്ത ഭഗവാന്റെ സാന്നിധ്യം ആണെന്ന് ഇതിലൂടെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. എന്നിട്ട് കയറി ഒരു വണക്കം വണങ്ങിയിട്ട് പോയി എന്നുള്ളതിൽ കവിഞ്ഞ തപസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കില്ലാതെ പോകുന്നു. നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ ആലോചിച്ച് ഉറപ്പിക്കേണ്ട സംഗതികളാണ് ഇവയെല്ലാം എന്ന് ചുരുക്കം. അവിടെ കൂടി കൊള്ളുന്ന കണ്ണന്റെ അടുത്തേക്ക് ഓടിയിട്ട് വഴിപാട് കഴിച്ച് തിരിച്ച് വേഗത്തിൽ ഓടുന്ന ഒരു പ്രവണതയല്ലാതെ അവിടെയും അല്പനേരം കുത്തിയിരുന്നുകൊണ്ട് ദ്വാദശാക്ഷരി എന്ന് പറയുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ അത് ജപിച്ചു കുറച്ചേറെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദ്വാദശാക്ഷരി മന്ത്രമെല്ലാം തന്നെ എന്തിനിട്ട് എന്നതാണ്. അഷ്ടാക്ഷരം എന്ന് പറയുന്ന ഓം നമോ നാരായണായ, പഞ്ചാക്ഷരം എന്ന് പറയുന്ന നമഃ ശിവായ ഇത്യാദി മന്ത്രങ്ങളെല്ലാം തന്നെ എന്തിന് നമ്മുടെ പൂർവികർ ഇട്ടു വന്നു എന്ന് ചോദിച്ചാൽ സാധനയ്ക്ക് നമ്മൾ വിധേയരാകാൻ വേണ്ടിയിട്ടാണ്. ഇതില്ല. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നില്ല, ബുദ്ധിയെ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. വിചാരത്തെയും വികാരത്തെയും എന്തെന്നില്ലാത്ത വിചക്ഷണയോടുകൂടി വിവേകത്തോടുകൂടി അതിനെ വേർതിരിച്ച് അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ പോരായ്മകളാണ്. അപ്പൊ എല്ലാ പോരായ്മകളും മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ഗുരുവായിരിക്കുന്ന ശിവപെരുമാളെയും ഗുരുവായി തന്നെ ഇരിക്കുന്ന നാരായണനെയും രണ്ടുപേരെയും നല്ലപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഗുരു എന്ന് പറയുന്നത് ശിരസിന്റെ ഉടമയാണ്. മസ്തിഷ്കത്തിൻ്റെതായുള്ള സാന്നിധ്യത്തിലും ആ സങ്കേതത്തിലുമാണ് ഗുരുവിന്റെ ഇരിപ്പ്. സ്വസ്തി ശ്രീ ശിവാദി ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുരുവിനെ നസിക്കുന്നത് മസ്തകത്തിലാണ്. ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ദ്വാരത്തോടു കൂടി അതിസൂക്ഷ്മമായിരിക്കുന്ന തലം സെറിബ്രൽ സെറിബെല്ലം ബ്ലങ്കട്ട എന്നെല്ലാം പറയുന്ന മാംസപിണ്ഡം ഉൾക്കൊള്ളുന്ന ആ മസ്തിഷ്കത്തിൽ ഗുരു ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വിവരത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷന്റെ എല്ലാ തരത്തിലുമുള്ള അറിവുകളുടെ കൂമ്പാരം എന്ന് പറയുന്ന സങ്കേതത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഈശ്വരഭാവമാണ് ഗുരു. ആ ഒരു സാക്ഷാൽ പരബ്രഹ്മ എന്നുകൂടി നമ്മൾ പറയുന്നു. ആ ഗുരുവാണ് ശിവൻ എന്ന് പറയുന്ന ഗുരു. അദ്ദേഹത്തിന്റെ യോഗാവസ്ഥ അങ്ങോട്ടേക്കൊന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് വിഷയം. ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത് നമ്മൾ ശ്രവിക്കുന്നില്ല. കേൾക്കാനായിട്ട് ആർക്കും തന്നെ യാതൊരു മനസ്സുമില്ല. കേട്ടിട്ട് വേണ്ടേ ശ്രവണം, കഴിഞ്ഞിട്ട് വേണ്ടേ മനനം കഴിഞ്ഞിട്ട് വേണ്ടേ നിധിധ്യാസനം, ഇതൊന്നുമില്ല. യച്ഛ്രണ്ണൻ പ്രപഠൻ വിചാരണപരോ ഭക്യാ വിമുച്യന്നര എന്ന് ഭാഗവത മാഹാത്മ്യവും ഭാഗവതം തന്നെയും പറയുന്നു. യച്ഛ്രണ്ണൻ പ്രപഠൻ വിചാരണപരോ ഭക്യാ വിമുച്യന്നര. നമ്മൾ എല്ലാവരും തന്നെ മോചനത്തിന് വേണ്ടിയാണ് ഈ ശരീരം എടുത്ത് പോന്നിട്ടുള്ളത്. ഏതൊരു ശരീരത്തെയാണോ നമ്മൾ പുലുക്കിക്കൊണ്ട് ഇത്തരത്തിൽ ജീവിച്ചു പോകുന്ന ശരീരത്തെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ജീവിതമാണ് നമ്മളുടേത്.
അതുകൊണ്ട് അത്തരത്തിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ വരികയും അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രത്യേക അറിവ് നമുക്കുണ്ടായിരിക്കണം. അത്തരത്തിൽ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് ആ ജീവിതത്തില് വാസ്തവത്തിൽ ശരീരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഉപേക്ഷിക്കുന്ന സമ്പ്രദായം, അതാണ് വാസ്തവത്തിൽ യോഗാവസ്ഥയും അതിൽ നമ്മൾ ശരീരത്തെ ത്യജിക്കുന്ന വിയോഗാവസ്ഥയും. യോഗം വിയോഗം. അപ്പോൾ വിയോഗം എന്ന് പറയുന്നത് ശരീരത്തോടാണ് വേണ്ടത്, യോഗം എന്ന് പറയുന്ന പരബ്രഹ്മത്തോടുമാണ്. അപ്പോൾ യോഗം എന്ന് പറയുന്നത് ശരീര അന്തർഗതമായിട്ടുള്ള ജീവനുമായിട്ടാണ്, വിയോഗം എന്ന് പറയുന്നത് ആ ജീവൻ പേറിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരവുമായിട്ടാണ്. ഇന്നത്തെ തലമുറയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ അവർ ടീനേജ് എന്ന് പറയുന്നതിനൊക്കെ മുമ്പേ തന്നെ, അത്തരത്തിൽ പ്രായം എത്തുന്നതിന് മുമ്പേ തന്നെ പരസ്പരം ആശ്ലേഷബദ്ധരായിട്ട് റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ പറവൂര് നിന്ന് ഈ ഗുരുവായൂർ വരെ വരുമ്പോഴേക്കും നൂറുകണക്കിന് ഇത്തരത്തിലുള്ള വിധനങ്ങളാണോ എന്നറിയില്ല, എന്ത് കോഷ്ടിയും കാണിക്കാവുന്ന ഒരു പ്രത്യേക സങ്കേതമാണ്. എല്ലാ തരത്തിലും കലാലയ ജീവിതത്തിൽ എറണാകുളം കോടതിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും കാണുന്ന കാഴ്ച, അവിടുത്തെ സെന്റ് തെരേസാസ് ആയാലും മഹാരാജാസ് കോളേജ് ആയാലും അവിടുത്തെ കുട്ടികളെല്ലാം തന്നെ ആരോരുമില്ലാത്ത, അച്ഛനുമില്ല അമ്മയില്ല, ഇവർ മാത്രമേ ഇങ്ങനെ ഒരു പ്രത്യേക ജീവിതം നയിച്ചു പോകുന്ന കാണുമ്പോൾ ഇവർ ഏത് ചിട്ടയിലാണ്? അവരുടെ ബ്രഹ്മചര്യ ദീക്ഷ ഇങ്ങനെയാണോ? അവരുടെ ഗൃഹസ്ഥാശ്രമവും ഇതുപോലെയാണോ? കാരണം ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് കടന്ന ഉടനെ തന്നെ വക്കീൽ നോട്ടീസാണ്. 4ാമത്തെ ദിവസം മുതൽ നോട്ടീസ് അയച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ വിവാഹം കഴിഞ്ഞു, എങ്ങനെയോ ഈ വിവാഹം നടത്തി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേർപിരിയാനുള്ള ഒരു പ്രത്യേക ത്വരയാണ്. ഇതാണ് യോഗം വിയോഗം എന്ന് ആധുനിക ലോകം തെറ്റിദ്ധരിച്ചു. എന്താ യോഗം? ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബന്ധപ്പെടുക, ഒരു പ്രത്യേക യോഗാവസ്ഥയിൽ കൊടൈക്കനാലും ഊട്ടിയിലും ഒക്കെ പോയി അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോന്നിട്ട് പിറ്റേ ദിവസം വിയോഗത്തിലേക്ക് എത്തുക. യോഗം വിയോഗം, യോഗം വിയോഗം. അപ്പൊ എല്ലാ തരത്തിലെ വിയോഗാവസ്ഥയും യോഗാവസ്ഥയും അത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി, ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യമാണ്. ഭാര്യാഭർത്തക്കന്മാർ 2 ശരീരമായിട്ടിരുന്ന് യോഗാവസ്ഥയെ പ്രാപിച്ച് അവിടെ നടത്തുന്ന സംയോഗം എന്ന് തന്നെയാണ് പേര്, സംഭോഗം അല്ല, അതാകരുത്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞ് കേൾക്കുമാവോ സംഭോഗം? സംഭോഗം എന്ന് പറയുന്ന ഭോഗാവസ്ഥ തികച്ചും ഇൻഡസ്ട്രിയൽ, ഭൗമമാണ്. അങ്ങനെ ഭൗമമായിട്ടുള്ള വികാരങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന വേക്കുത്തുകളൊന്നും സംയോഗമല്ല. സമ്യക്കായിട്ട് യോഗാവസ്ഥയിലേക്ക് കടന്ന പുത്രന്മാരുണ്ടാവും. ഇന്ന് കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ കഞ്ചാവ്, ഡെയിലി പത്രത്തിൽ കാണുന്ന എന്താ, കിലോ കണക്കിന് കഞ്ചാവെല്ലാം തന്നെ പിടിച്ചതെല്ലാം തന്നെ ഈ 18-20 വയസ്സുള്ള കുട്ടികളിൽ നിന്നാണ്. അതിന്റെ പുറകിൽ വലിയവരും മുതിർന്നവരും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലും സദാചാരം ഇങ്ങനെ ഉപദേശിച്ച് കേൾക്കാൻ മടിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തോട്, അത്തരത്തിൽ യാതൊരു ചിന്തയുമില്ലാത്തൊരു ലോകത്തോട് യോഗവും വിയോഗവും എന്ത് എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്നവരോടാണ് ഇവിടെ ശിവയോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോപ്പിക് ഞാൻ വാസ്തവത്തിൽ ഇട്ടുകൊടുത്തത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. സൗന്ദര്യലഹരി എന്ന് പറയുന്ന അതിസുന്ദരമായിരിക്കുന്ന 100 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി, അത് ശങ്കര ആചാര്യർ നിർമ്മിച്ചതോ അല്ലെങ്കിൽ എഴുതിയതോ ആകട്ടെ, അല്ലെങ്കിൽ വേണ്ട, വി പനോളി പറയുന്നത് ശങ്കരാചാര്യർ അല്ല എന്നാണ്. അപ്പൊ എല്ലാ തരത്തിലും ശങ്കരാചാര്യ എഴുതിയതായാലും അല്ലെങ്കിലും ആ കൃതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ശിവശക്തിയുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് ആദ്യം പറഞ്ഞിട്ട്, ശിവനും ശക്തിയും കൂടി യോജിച്ചു കഴിഞ്ഞാലേ അതിന് പ്രഭാവമുള്ളൂ. അവിടെയാണ് ശക്തിയുടെ ഉറവിടം, അല്ലെങ്കിൽ ശക്തന്മാരാകുന്നത്. 2 പേരും വളരെ ശക്തി ആർജിച്ചുകൊണ്ട് പഞ്ചകൃത്യങ്ങൾക്ക് ശക്തി കിട്ടുന്നത് എന്നെല്ലാം തന്നെ പറയുന്ന ആദ്യ ശ്ലോകം, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം ന ജയദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതം അഭി. ഏതായാലും ഈ ആദ്യ ശ്ലോകത്തിലൂടെ ഊട്ടി ഉറപ്പിക്കുന്നത് പാർവതീ പരമേശ്വരന്മാര് അല്ലെങ്കിൽ ശിവനും ശക്തിയും എപ്പോഴും ഒന്നിച്ചിരിക്കണമെന്നാണ്. താന്ത്രിക രീതിയെ കൈകാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ശിവപുരാണത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം തന്നെ പീഠം എന്ന് പറയുന്നത് ലിംഗത്തെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു സ്റ്റൂള് എന്നുള്ള മട്ടിലല്ല, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു കസേര എന്നുള്ള മട്ടിലല്ല. അത്തരത്തിൽ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്ന ആ പറയുന്ന പീഠം അതിന്റെ നാളത്തിലേക്ക് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി പ്രതിഷ്ഠിക്കുന്ന ആ ലിംഗത്തോടുകൂടി ഇഴുകിച്ചേരുന്നത് പാർവതിയാണ്. അപ്പൊ പീഠം പാർവതിയാണോ എന്നും ലിംഗം ശിവനാണെന്നുള്ള സങ്കല്പം അവിടെയുണ്ട്. നമ്മൾ അത് അറിഞ്ഞിട്ടാണോ തൊഴുന്നത്? പാർവതീ ദേവിയെ എവിടെ കാണാനില്ല? ശിവന്റെ ആ ശ്രീകോവിലിന്റെ പുറകില് ഒരു സുന്ദരമായിട്ടുള്ള പടം സ്വയംവര പാർവതിയുടെ വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വിളക്കം കത്തിച്ചു വെച്ചു. അകത്തേക്ക് നോക്കിയപ്പോൾ പാർവതീ ദേവിയെ കണ്ടില്ല. ഈ കാണാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും കാണേണ്ട ഈ ദമ്പതികളില് പ്രത്യേകിച്ചും പാർവതീ ദേവി പീഠമാണെന്നുള്ള സങ്കല്പത്തില് അതിന്റെ മേളിലാണ് ലിംഗം ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ 2 പേരും പാർശ്വവർത്തികളായിട്ട് നമശിവാഭ്യം നവയൗവനാഭ്യം പരസ്പര സൃഷ്ടവൃദ്ധരാഭ്യം നഗേന്ദ്രകന്യാമൃഷകേതനാഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യം എന്ന് പറയുന്ന രീതിയിൽ ആശ്ലേഷബദ്ധരായിട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത
നമ്മളിലേക്ക് കടന്നു വരുന്നില്ല. നമ്മൾ ഈ പറയുന്ന മമ്മിയോട്ടേവരെ തൊഴുതു ശിവലിംഗം മാത്രം കണ്ടു, ശിവൻ മാത്രമാണെന്ന് കരുതി, എന്നിട്ട് പടിഞ്ഞാറ് വശത്തെ എന്നിട്ട് അതിസുന്ദരമായിരിക്കുന്ന ചിത്രം നോക്കിക്കൊണ്ട് അവിടെ കുറെ നേരം ഇങ്ങനെ ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തൊഴുതു പിടിച്ചു തന്നു. അപ്പോഴും രണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഇവർക്കില്ല എന്നുള്ള സംഗതി നമ്മൾ മറന്നു പോകുന്നു. വാഗർത്ഥാവിവ സംരക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും എന്ന കാളിദാസന്. അത് കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പരിഭാഷയാണ്, കൂട്ടത്തിൽ ഞാൻ ചൊല്ലിയത്. വാഗർത്ഥതുല്യം പിരിയാതെയുള്ള യോഗത്തോടും ലോകപിതാക്കളായി വേറെ കേട്ട് ഗൗരീ പരമേശ്വരർക്കായി വാഗർത്ഥബോധം വരുവാൻ തൊഴുന്നേൻ. അതായത് ഈ വാക്കും അർത്ഥവും ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത്, രണ്ടായിട്ടിരിക്കാൻ നിർവാഹമില്ലാത്തത്, ആ രീതിയാണ് പാർവതി പരമേശ്വരന്മാർക്കുള്ളത് എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്ന നമ്മൾ സംസ്കാരത്തില് രണ്ടുപേരെയും രണ്ടാക്കി കാണരുത് എന്നൊരു നിർദ്ദേശവും കൂടി. ഇത് പ്രകൃതി പുരുഷന്മാരാണ്. ഈ പ്രകൃതി പുരുഷന്മാരെന്ന് പറയുന്ന സങ്കല്പം വേദാന്തത്തിന്റെ ദൃഷ്ടിയില് പ്രകൃതി എന്ന് പറയുന്ന ഭാര്യ അല്ലെങ്കിൽ ആ ഏറ്റവും ശക്തമായിരിക്കുന്ന മായാസ്വരൂപമോ അല്ലെങ്കിൽ വിദ്യാവിനോദിനിയായിരിക്കുന്ന അമ്മ, അവൾ വാസ്തവത്തിൽ പുരുഷനുമായിട്ട് എപ്പോഴും ഒട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചിന്ത പ്രകൃതി പുരുഷന്മാരുടെ രീതി, അവരെ ധ്യാനിക്കുന്ന രീതി, അതിന്റെ വ്യത്യാസങ്ങൾ, പുരുഷനാര് പ്രകൃതിയാര് എന്ന് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ്, ആ വിവേകമെല്ലാം തന്നെ വച്ചു പുലർത്തിക്കൊണ്ട് പ്രകൃതി പുരുഷന്മാരെ ധ്യാനിക്കുന്ന ഒരു സമ്പ്രദായം അത് സനാതനത്തിൻ്റെതാണ്. പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് പോരുന്ന പ്രകൃതി, ആദ്യമായിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരിയുടെ ആ ചിത്രം, അത് ഈ പറയുന്ന ശിവനെന്നോ വിഷ്ണു എന്നോ പറയുന്ന പുരുഷന്റെ ആ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന പ്രകൃതി എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് സംയോഗം. സമ്യക്കായിട്ടുള്ള യോഗം സമ്പാദിച്ചിട്ട് രണ്ടുപേരും എഴുകിച്ചേരുമ്പോൾ അവർ ദമ്പതിമാരായിട്ട് ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്നു എന്നുള്ള മട്ടല്ല, അവരെപ്പോഴും ഇങ്ങനെ എഴുകിച്ചേർന്നുകൊണ്ട് ഒഴുകി നടക്കുന്ന ഒരു ആധ്യാത്മിക സത്തയാണ് എന്നുള്ള മട്ടിലേക്ക് വരുമ്പോഴാണ് യോഗ. യോഗ അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടാകണം. തലകുത്തി നിൽക്കുന്ന യോഗാഭ്യാസമാണ്, അല്ലെങ്കിൽ വയറിളക്കുന്നത് യോഗാഭ്യാസമാണ്. അത്തരത്തിൽ ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നതെല്ലാം തന്നെ ശരീരത്തിന് കൊള്ളാം. ശരീരത്തിന്റെ രോഗാവസ്ഥകളെല്ലാം തന്നെ മാറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ യോഗ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി ആവശ്യമാണ്. മാനസികമായ തലത്തിലാണ് അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി പറഞ്ഞത്. അപ്പോൾ ധ്യാനിക്കാനിരിക്കുന്ന പത്മാസനമോ ഇതര ആസനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സർവാംഗാസനം പോലുള്ള ആസനങ്ങളോ എല്ലാം തന്നെ നടത്തുമ്പോഴും അവിടെ മനസ്സുമായിട്ട് പൊരുത്തപ്പെട്ട് മനസ്സുമായിട്ട് ഇഴുകിച്ചേർന്ന് ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമ്മൾ സമാനമായിരിക്കുന്ന സമത്വമായിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകുമ്പോഴാണ് യോഗ അതിന്റെ വൈശിഷ്ട്യം പ്രദർശിപ്പിക്കുന്നത്. ആ യോഗയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ശിവയോഗ എന്ന് പറയുന്ന യോഗയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് ഇവർ തമ്മിൽ ഒരിക്കലും വേർപാടില്ല. ഇനി വിഷയത്തിലേക്ക് ഒന്നുകൂടി കടക്കാം. നമ്മൾ ഇങ്ങനെ വേർപാടില്ല എന്നൊക്കെ പറഞ്ഞാലും ദക്ഷപ്രജാപതി പ്രാർത്ഥിച്ചു വാങ്ങിയ, ഇനി കഥ അല്പനേരം മിത്താണെന്നുള്ളത് ഇതൊക്കെ ഇതൊക്കെ ശരിയാണെന്ന് ആർക്കറിയാം വെറുതെ. അപ്പൊ ഏതായാലും മിത്താണെങ്കിൽ തന്നെ അംഗീകരിച്ചു. ഏതായാലും മിത്തായിരിക്കുന്ന ഈ ശിവ സതിമാരുടെ സംയോഗം, അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ശിവസങ്കല്പം. ഇതിലേക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ശിവസങ്കല്പം എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശിവസങ്കല്പം പരമാത്മസ്വരൂപമാണ്, അല്ലെങ്കിൽ പരബ്രഹ്മമായിരിക്കുന്ന ഒരവസ്ഥയാണ് ശിവപെരുമാൾ എന്ന് പറയുന്ന ആ ഭാവത്തിനുള്ളത്. ഏതൊരു ശിവപെരുമാളാണോ ഇടത്തും വലത്തുമായിട്ട് രണ്ട് സൃഷ്ടികൾ നടത്തിയത്, അവരാണ് വാസ്തവത്തിൽ ബ്രഹ്മാവ് എന്ന് പറയുന്ന രജോ ഗുണം, വിഷ്ണു എന്ന് പറയുന്ന സാത്വികത. അപ്പോൾ പാലിക്കാനുള്ള വിഷ്ണുവും ജനിപ്പിക്കാനുള്ള ആ ബ്രഹ്മാവും രജോ ഗുണത്തിന്റെയും സാത്വികതയുടെയും ആ ഗുണങ്ങളുടെ വക്താക്കളായിട്ട് ജനിച്ച ആ ത്രിമൂർത്തികളിൽ രണ്ടുപേര്, അവർ രണ്ടുപേരും പരബ്രഹ്മമായിരിക്കുന്ന ശിവന്റെ ഇടംബലം ഭാഗങ്ങളിൽ നിന്ന് പോകുന്നു എന്ന്. ഇനി മൂന്നാമതൊരാളുണ്ട്, അതാണ് രുദ്രൻ. ആ രുദ്രൻ ജനിക്കുന്ന ബ്രഹ്മാവ് ധ്യാനനിഷ്ഠനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാലനേത്രം എന്ന് പറയുന്ന ഭൂമധ്യത്തിലെ ആജ്ഞാചക്രത്തിൽ നിന്ന് പുറത്തേക്ക് നീലലോഹിതൻ എന്നുള്ള പേരിൽ അവതരിച്ചു എന്ന് എല്ലാ പുരാണങ്ങളും ഭാഗവതമായാലും എല്ലായിടത്തും അത് എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിൽ നീലലോഹിതൻ എന്ന് പറയുന്ന രുദ്രനാണ് ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിൽ നിന്നിങ്ങനെ പ്രാദുർഭവിച്ചത്. അദ്ദേഹത്തോട് സൃഷ്ടിക്കാൻ പറഞ്ഞിട്ട് വകവയ്ക്കാതെ അദ്ദേഹം നേരെ കൈലാസത്തിലേക്ക് പോയി എന്ന കഥ. അതാണ് കൈലാസനാഥൻ. അപ്പൊ ഈ കൈലാസനാഥൻ എന്ന് പറയുന്ന കൈലാസത്തിന്റെ അധിപതി അദ്ദേഹം വാസ്തവത്തിൽ രുദ്രൻ തന്നെയാണ്. ആ രുദ്രൻ പറയുന്ന ചില വാക്കുകൾ ഈ ശിവപുരാണത്തിലുണ്ട്. ഞാനിങ്ങനെ അവതരിച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം നെറ്റിത്തടത്തിൽ ചാടി പുറത്തേക്ക് പോകുന്നത് വാസ്തവത്തിൽ സൃഷ്ടിക്കാനല്ല എന്ന്, സംസാരത്തെ ഉണ്ടാക്കിയിട്ട് വളർത്താനല്ല എന്ന്. സംസാരം എന്ന് പറയുന്ന ജനന മരണം അതെല്ലാം തന്നെ ഉള്ള പ്രപഞ്ചത്തെ
വാർത്തെടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സൃഷ്ടജാലങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹമേകിക്കൊണ്ട് അവരെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈലാസത്തിലേക്ക് പോകുന്നത്. ശ്രദ്ധിച്ചോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഗുരുരേവ ശിവ സ്വയം. അപ്പൊ ശിവശബ്ദവും രുദ്രശബ്ദവും ഇങ്ങനെ ഒരേപോലെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സംസ്കാരമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഈ രുദ്രനാണ് കൈലാസനാഥനായി പോകുന്നത്. ആ രുദ്രൻ തന്നെയാണ് ഞാൻ ഗുരുവായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുമ്പോ എനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, അതൊന്നും എന്റെ ജോലിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസത്തിലേക്ക് പോകുന്നത്. ഈ ത്രിമൂർത്തികളെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് 3 ജോലികളും ഏർപ്പെടുത്തി. ബ്രഹ്മാവ് സൃഷ്ടിക്കാനും അല്ലെങ്കിൽ വിഷ്ണു പാലിക്കാനും ഒടുവിൽ രുദ്രൻ സംഹരിക്കാനുമുള്ള ദേവതകളായിട്ടോ മൂർത്തി ഭേദങ്ങളായിട്ടോ വന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്ന ആ മൂർത്തികളിൽ മൂന്നാമത്തേത് ഈ പറയുന്ന രുദ്രൻ എന്ന് പറയുന്ന നീലലോഹിതൻ കൈലാസത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന പോരാ എന്ന് കണ്ടിട്ട് വിവാഹം കഴിപ്പിക്കുന്ന രംഗമാണ് ശിവപുരാണത്തിൽ ആദ്യം നമ്മൾ കാണുന്ന സതി ഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്ന സതിയുടെ ജനനവും സതി ഈ പറയുന്ന ഭഗവാനുമായിട്ട് വേളി കഴിക്കുന്നതുമെല്ലാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ അതിന് പറഞ്ഞു, മിത്ത് എന്ന് പറയുന്ന കഥാഗോളങ്ങളെ നമ്മൾ അർത്ഥവത്തായിരിക്കുന്ന പേരുകളിൽ നിന്ന് പഠിക്കണം. സതി എന്ന് പറയുമ്പോൾ സത്തായിരിക്കുന്ന സംഗതിയില് എന്തെന്നില്ലാത്ത താല്പര്യമുള്ളവൾ സതി, സത്തായിരിക്കുന്ന സംഗതി. ഇവിടെയും നമ്മൾ തൊഴുതട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. തൊഴുതട്ട് പോകുന്ന നമ്മളെല്ലാവരും തന്നെ സത്തായിരിക്കുന്ന വിഷ്ണുവിനെ അറിയുന്നില്ല, സത്തായിരിക്കുന്ന ശിവനെ അറിയുന്നില്ല, അസത്തായിരിക്കുന്ന പ്രപഞ്ചവുമായിട്ട് എന്താണ് വ്യത്യസ്തം എന്ന് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ സത്ത് എന്ന് പറയുന്ന സത്യമായിരിക്കുന്ന കാതലായിരിക്കുന്ന കാര്യം എന്ത്? അത് ആത്മഭാവമാണോ പരബ്രഹ്മഭാവമാണോ എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേരാണ് സതി. സതി എന്ന് പറയുന്ന ഉടന്തടിച്ചാട്ടത്തിന്റെ മറുപേരായിട്ട് എടുക്കരുത്. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചപ്പോൾ തീയിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് അത്തരത്തിൽ അങ്ങനെ കൊന്നെടുക്കുന്ന ഭാര്യയുടെ മതമായിട്ട് ഉടന്തടിച്ചാട്ടത്തിന്റെ വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും സതി എന്നുള്ള നാമത്തെ എടുക്കരുത്. സതി നിർത്തലാക്കി എന്നെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആ വൃത്തികെട്ട സമ്പ്രദായത്തെ ഇല്ലാതെയാക്കി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സതി എന്ന് പറയുമ്പോൾ ഒരു മോശപ്പെട്ട സംഗതിയാണെന്നോ പേരാണെന്നോ തെറ്റിദ്ധരിക്കും. സതി എന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്ന ശിവപെരുമാളുടേതാർക്ക് അമിതമായിരിക്കുന്ന ഭക്തിയും വിശ്വാസവും അതുപോലെ താല്പര്യവും ജനിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ദാക്ഷായിനി. അപ്പോൾ ദാക്ഷായിനി എന്ന് പറയുന്ന ദക്ഷപുത്രി ഭഗവാനോട് അദമ്യമായിരിക്കുന്ന പ്രേമവും സ്നേഹവും വെച്ച് പുലർത്തിക്കൊണ്ട് അത് തന്നെയാണ് ആശ്രയ വസ്തു എന്നിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്ന പേരാണ് സതി. ഭാഗവതം നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടില്ലേ? ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം മുക്തി എന്ന് പറയുമ്പോൾ ദശമസ്കന്ധത്തിൽ കൃഷ്ണൻ ഉടനീളം ഇങ്ങനെ ലീലകളാടി പോകുന്നത് കാണുമ്പോൾ അവിടെ ദ്വാദശ സ്കന്ധം എന്ന് പറയുന്ന 12ാമത്തെ സ്കന്ധത്തിന് കൊടുത്തിരിക്കുന്ന ലക്ഷണം ആശ്രയമെന്നാണ്. എന്താണാവോ ആശ്രയ വസ്തു? ശരീരം ആശ്രയ വസ്തുവാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരമല്ല. ദേഹോഹം എന്നുള്ള ബുദ്ധി അത് വാസ്തവത്തിൽ മായയിൽ ജനിച്ചതാണ്, ഞാൻ ശരീരമല്ല. അപ്പോ ശരീരം ഒരു ആശ്രയ വസ്തുവല്ല. പിന്നെ ആശ്രയിക്കേണ്ടത് ആരെയെന്ന വ്യക്തമായിട്ട് സനാതനധർമ്മം പഠിപ്പിക്കുന്നു. സൂക്ഷ്മതലത്തിൽ നമ്മൾ എല്ലാവരും തന്നെ വാസ്തവത്തിൽ അറിയേണ്ടതായിട്ടുള്ള ആത്മഭാവം സത്തായിരിക്കുന്ന സംഗതി അത് മാത്രമാണ് ആശ്രയ വസ്തു. അത് ഭഗവാൻ, അത് ഈശ്വരൻ. ഭാഗവത്തിൽ തന്നെ ഒരിടത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നത് വദന്തിത തത്വവി തത്വം ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് ഈശ്വരനെ വിളിക്കുമ്പോഴും അത് അദ്വയജ്ഞാനം എന്നാണ് ഭാഗവത്തിൽ പ്രഥമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും അത് ആരെ എന്ന് ചോദിച്ചാൽ അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ്. ഈ അദ്വയമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടിരിക്കാത്തൊരവസ്ഥയാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് സനാതന ധർമ്മം. ഇത് ഊട്ടി ഉറപ്പിക്കുക. ആര് ചോദിച്ചാലും പറയണം, ആരുടെ ആക്ഷേപത്തിനും മറുപടി പറയണം. രണ്ടെന്നുള്ള ചിന്താഗതി ദ്വൈതം എന്ന് പറയുന്നത് തികച്ചും ആശ്രികമാണ്. അതിനെ ഉപേക്ഷിക്കലാണ് സനാതനധർമ്മത്തിന്റെ പ്രത്യേകത. രണ്ടായിട്ടിരിക്കാൻ പാടില്ല. അഭിന്നമായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആവശ്യമാണ്. ഭിന്നമായിരിക്കുന്നത് ഒരിക്കലും അനുകരണീയമല്ല. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ എന്നെല്ലാം തന്നെ എഴുത്തച്ഛൻ പാടിയതും അല്ലയോ ഈശ്വര നിനക്ക് 2 രൂപം, പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്ന 2 രൂപം കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ദുഃഖം ഉണ്ടായി എന്ന് പറയുന്ന പോലെ അല്ലയോ ഈശ്വര അല്ലെങ്കിൽ മമ്മിയോർ തേവരെ ഞാനും നീ ഒന്നായി എന്നുള്ള ചിന്താഗതി അതും ഇല്ലാതെയായപ്പോൾ ഉണ്ടായി ഇണ്ടലെന്ന് കൂട്ടി വായിക്കണം. കേട്ടോ? ഒന്നുകൂടി പറയണമോ? നമ്മൾ ഈ പറയുന്ന ഈശ്വര സങ്കല്പത്തിൽ പ്രകൃതി പുരുഷന്മാരെ വേറിട്ട് കാണുന്നത് അരുത്. പ്രകൃതി എന്ന് പറയുന്നത് പുരുഷനിൽ ലയിക്കാനുള്ളതാണ്. ലയിച്ചു കഴിഞ്ഞാൽ പ്രളയമായി. ആ പ്രളയം വരുമ്പോൾ പിന്നെ സൃഷ്ടിയാദി കാര്യങ്ങളൊന്നുമില്ല. രണ്ടുപേരും ഇങ്ങനെ പ്രളയത്തിന് വിധേയരായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നാലെ സൃഷ്ടി തുടങ്ങുന്ന ഈ പ്രളയജലത്തിലാണ്. അപ്പൊ എല്ലാ തരത്തിലും പ്രകൃതി ഈശ്വരനുമായിട്ട് ലയിച്ചു ചേരുന്ന പോലെ നമുക്കും ചിന്തിക്കേണ്ടതുണ്ട്.
നമ്മൾ ഓരോരുത്തരും ഈശ്വരന്റെ ഭാഗമായതുകൊണ്ട് രണ്ടായിട്ടിരിക്കുന്ന, അകത്ത് ഭഗവാൻ ഇരിക്കുന്നോ പുറത്ത് ഞാൻ നിൽക്കുന്നോ എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ അതും വളരെ കഷ്ടതരമാണ്. അങ്ങനെ ഒന്നാണ് എന്നുള്ള സന്നദ്ധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള പ്രയത്നം സനാതന ധർമ്മത്തിൻ്റെത്. അപ്പൊ ഈ സനാതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശാശ്വതമാകണമെങ്കിൽ, ഒരിക്കലും മരിക്കാത്തൊരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ പുറത്തു നിൽക്കുന്ന രീതിയെല്ലാം തന്നെ അവസാനിപ്പിച്ച് ദ്വൈതം എന്ന് പറയുന്ന രണ്ടായിട്ട് നിൽക്കുന്ന ഗതികെട്ടൊരവസ്ഥയും ഇല്ലാതെയാക്കിക്കൊണ്ട് ഒന്ന് എന്നുള്ള മട്ടിലേക്ക് വരണം. ഒന്നുകൂടി ഭാഗവത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ശിവപുരാണത്തിലേക്ക് പിന്നാലെ വരാം. അപ്പൊ ഏതായാലും ഭാഗവതത്തിൽ തന്നെ നിങ്ങൾ രണ്ട് വ്യക്തികളെ കാണുന്നില്ലേ? പേരെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. ജയൻ വിജയൻ. ജയൻ വിജയൻ എന്ന് പറയുന്ന രണ്ടുപേരും ജയിച്ചവരാണെന്നാണ് പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജയിച്ചവരാ. അവർ എത്തേണ്ട സ്ഥലത്തെത്തി, വിജയിച്ചു, എന്നാൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ എന്നുള്ള മട്ടിൽ ആ ജയനെയും വിജയനെയും കാണുമ്പോൾ അവർ വാസ്തവത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? വാതിക്കൽ കാവൽക്കാരായിട്ടാണ്. ഭഗവാന്റെ വൈകുണ്ഠത്തിന്റെ വാതിക്കൽ കാവൽക്കാരായിട്ട് നിൽക്കുന്നവർ ജയിച്ചു എന്നിങ്ങനെ പറയും. രണ്ടുപേരുടെയും കയ്യിൽ ചൂരക്കോലുണ്ട്. അതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടാത്ത രീതിയിൽ കാവൽക്കാരായിട്ട് നിൽക്കുന്ന വിജയന്മാര് അവർ ജയിച്ചു വിജയിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. ജയിക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കണം. അപ്പൊ ഈ യോഗ എന്ന് പറയുന്ന പദത്തെ ഒന്നുകൂടി കടന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാതിൽക്കൽ നിൽക്കുന്നൊരവസ്ഥയല്ല യോഗാവസ്ഥ. വാതിൽക്കൽ നിന്നവർക്ക് ഗതികേട് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? അവർ വാസ്തവത്തിൽ സനകാദികളുടെ ശാപത്തിന് ഇരയായി ഉരുട്ട് താഴത്തേക്ക് വീണു. വാതിൽക്കൽ നിന്നതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. അകത്ത് കയറിയിട്ട് ഭഗവാനുമായിട്ട് സംയോജിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇത്തരത്തിൽ താഴത്തേക്ക് അധപ്പതിക്കുന്ന രംഗം വരില്ലായിരുന്നു. അപ്പൊ വിയോഗം എന്ന് പറയുന്നത് സംഭവിക്കാൻ കാരണം എന്താ? വാതുക്കൾ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതാണ്. ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് കെട്ടുന്ന പ്രസാദവും വാങ്ങി നെറ്റിയിലോ അവിടെ ഇവിടെയെല്ലാം തന്നെ വാരി തേച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. കിട്ടി കിട്ടി എന്നിങ്ങനെ പറയും. ഒന്നും കിട്ടിയില്ല. അപ്പൊ കിട്ടിയെന്നിങ്ങനെ അഭിമാനിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ ഒന്നും കിട്ടിയില്ല എന്നുള്ള മട്ടിലേക്ക് എത്തണമെങ്കിൽ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചില്ല എന്നുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് അദ്വൈതം. അപ്പൊ ഈ അദ്വൈതം എന്ന് പറയുന്ന പരമശ്രേഷ്ഠമായിരിക്കുന്ന വേദാന്തം അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഇല്ലാതെയാകണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി സാക്ഷാൽ ഈശ്വരനുമായിട്ട് യോജിച്ചുള്ള ഒരവസ്ഥയിലേക്ക് സംയോജനമാണ് ഈ പറയുന്ന യോഗ. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തണം. നിങ്ങൾ ഭാഗവത്തിലൂടെ ഒന്ന് ഓടിച്ചൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഈ പറയുന്ന ജയവിജയന്മാരെ ഹിരണ്യാക്ഷനായി ഹിരണ്യകശുവായി ഭഗവാൻ വന്നു. അവരെയെല്ലാം തന്നെ നിഗ്രഹിച്ചു. രണ്ടാമത് രാവണനായി കുംഭകർണനായി അവരെയും രാമൻ വന്ന് അവരെയും നിഗ്രഹിച്ചു. മൂന്നാമത് ശിശുപാലനം തന്നവസരമായപ്പോൾ പൂർണ്ണാവതാരമായിരിക്കുന്ന കൃഷ്ണൻ വന്ന് അവരെയും രാജസൂയ വേളയിൽ അവരെയും നിഗ്രഹിച്ചു. ആ നിഗ്രഹത്തോടുകൂടി ഉണ്ടായ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവിടെയാണ് ഭാഗവതം. ഭാഗവതത്തിന്റെ അന്തിമമായിരിക്കുന്ന ഭാഗത്തേക്ക് കടക്കുമ്പോൾ അതികേമമായിട്ട് നടത്തിയ യുധിഷ്ഠിരന്റെ ആ രാജസൂയ വേളയില് അങ്ങേയറ്റം നിന്നാവചനങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിക്കുന്ന ആ ശിശുപാലൻ എന്ന് പറയുന്ന ബദ്ധശത്രു അല്ലെങ്കിൽ ആജന്മശത്രു, പ്രത്യേകിച്ചും ജൈവജന്മാരുടെ ജന്മമാണെന്നത് മറന്നു പോകരുത്. അവരാണ് വാസ്തവത്തിൽ നിന്നാവചനങ്ങൾ കൊണ്ട് ഭഗവാന് ദേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ തന്റെ സുദർശനം പ്രയോഗിച്ചു എന്നാണ്. രണ്ടുപേരുടെ പേർക്കാണ് ഈ സുദർശനം. ഒന്ന് ഈ ശിശുപാലന്റെ നേർക്കും അതുപോലെ മറ്റൊന്ന് ദന്തവക്രന്റെ നേർക്കുമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന ഗതാപാണിയായിട്ട് ചെന്നിട്ടാണ് വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ, ആ പറയുന്ന ഈ ഏറ്റവും ശ്രേഷ്ഠ വരാഹമൂർത്തിയായിട്ട് ജനിച്ച ഭഗവാൻ ആ ഹിരണ്യാക്ഷനെ കൊന്നത്. അതുപോലെ തന്നെ മാരണം വളർന്നിട്ടാണ് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചത്. പിന്നെ രാവണ കുംഭകർണാദികളെ തന്റെ അസ്ത്രം കോതന്റെ പാണിയായിരിക്കുന്ന രാമൻ നിഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന പൂർണ്ണാവതാരമായിരിക്കുന്ന കൃഷ്ണാവതാരത്തില് ശിശുപാലനെയും ദന്തവക്രനെയും പ്രത്യേകിച്ചും അതിസുന്ദരമായിരിക്കുന്ന ഒരു ആയുധം പ്രയോഗിച്ചുകൊണ്ടാണ് നിഗ്രഹിക്കുന്നത്. അത് സുദർശനം. ശിവപുരാണത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. സുദർശനം എന്ന് പറയുന്നത് വൈഷ്ണവമല്ല. അത് വിഷ്ണുവിന്റെ ആയുധമായിട്ട് മാറിയത് ശിവൻ കൊടുത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കാനുള്ളൊരു വിഷയമാണ്. ഈ ശിവശബ്ദം വരുമ്പോൾ ജ്ഞാനശബ്ദമാണ്. വശി എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് ഉദ്ഭൂതമാണ്. വശി എന്ന് പറയുന്ന ബ്രഹ്മതത്വമാണ്. ഏതൊന്നിലേക്കാണോ നമ്മൾ ഏതൊന്നിന്റെ വശത്തേക്കാണോ ഇരിക്കുന്നത് അത് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ ഒരു പര്യായ പദമായിട്ട് വശി വശി എന്നുള്ളത് പറഞ്ഞ് ശിവശബ്ദമായിട്ട് മാറി. ആ ശിവൻ വാസ്തവത്തിൽ ജ്ഞാനസ്വരൂപനായതുകൊണ്ട് ലിംഗസ്വരൂപനായതുകൊണ്ട് അദ്ദേഹം ജ്ഞാനസ്വരൂപന അഗ്നിസ്വരൂപനമായതുകൊണ്ട് അവിടെ വാസ്തവത്തിൽ സുദർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആയുധമാണ്. ആയുധം എന്ന് സാധാരണ ഭാഷ. ഏതായാലും ഈ ആയുധം എന്ന് പറയുന്ന സുദർശനം എന്ന് പറയുന്നത് സമ്യക് ദർശനമാണ്. സമ്യക് ദർശനം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ധരിക്കുക. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ, ഹൈന്ദവ സംസ്കാരത്തെ, സനാതന സംസ്കാരത്തെ വേണ്ട രീതിയിൽ വിലയിരുത്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിഡ്ഢിത്തങ്ങൾ ഇങ്ങനെ പുലമ്പുമ്പോൾ അതിന്റെ പിന്നാലെ ഏറാൻ മൂളിക്കൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇതിനെ സമ്യക്കായിട്ട് ദർശിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഭൂമാനന്ദ സ്വാമികളുടെ സത്രത്തിന്റെ പേര് തന്നെ സമീക്ഷാ സത്രം എന്നാണ്.
ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രം 23 കഴിഞ്ഞു. സമീക്ഷ എന്ന് പറയുന്ന സമ്യക്കായിട്ടുള്ള വീക്ഷണം ഇത്രയും സത്രങ്ങൾ കൊണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതെല്ലാം തഥൈവ എന്ന് ആകട്ടെ, അതൊക്കെ അങ്ങനെ ചെല്ലുന്നുണ്ട്, ഓടി പോകുന്നുണ്ട്, ദേ വന്നു ദാ പോയി നിങ്ങളുടെ MP. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സമ്യക്കായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടാക്കിയെടുക്കുക. സമ്യക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേടുവരാത്ത രീതിയിലുള്ള വീക്ഷണം, നല്ല പ്രോപ്പറായിരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്, അത്തരത്തിലുള്ള ഒരു വീക്ഷണം ശിവനിലൂടെ മാത്രമേ കിട്ടൂ എന്നാണ് ഇതിന്റെ പൊരുൾ. തപസ്സനേഷിക്കുന്ന വിഷ്ണുവിന് ഒരു ആയുധം കൊടുത്തു, അത് സുദർശനം എന്ന പേര്. ആ സുദർശനം എന്ന് പറയുന്ന സമ്യക് ദർശനമാണ്. നമ്മൾ എല്ലാവരും തന്നെ സനാതനധർമ്മം സനാതനമാകുന്ന ഈ സമ്യക് ദർശനം കൊണ്ടാണ്. അതിന്റെ വീഴ്ച, അതിന്റെ പോരായ്മയാണ് ഇന്ന് കാണുന്ന കോലാഹലങ്ങൾക്ക് കാരണം. അപ്പൊ എല്ലാ തരത്തിലും ഈ സുദർശനാസ്ത്രം പ്രയോഗിച്ചു. ശ്രീവിഷ്ണു പരമാത്മാവ് ശിശുപാലന്റെ നേർക്ക്, ദന്തവക്രന്റെ നേർക്കെന്ന് പറഞ്ഞാൽ സമ്യക്കായിരിക്കുന്ന വീക്ഷണം കൊടുത്തു എന്നാണ്. ഗജേന്ദ്രനായിട്ട് ജനിക്കേണ്ട ഇന്ദ്രജിമ്ന മഹാരാജാവ് അദ്ദേഹം പൊയ്കയിൽ കാലെടുത്തു വെച്ചപ്പോൾ നക്കരം കയറി കടിച്ച് അയാളെ ജലത്തിലേക്ക് വലിച്ചഴിച്ച് താഴ്ത്താൻ നോക്കിയപ്പോൾ അവിടെയും സുദർശനത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കീറി മുറിക്കാനെന്നാണ് കഥ. അവിടെയും സമ്യക് ദർശനം ഹോ ഹോ എന്ന് പറയുന്ന ഗന്ധർവനും കൊടുത്തു. ഇന്ദ്രജിമ്ന മഹാരാജാവിനും ഈ പറയുന്ന സമ്യക് ദർശനം കൊടുത്തു. അവർക്ക് ബോധ്യമായി അവരാര് എന്ന്. ഒന്നുകൂടി പറയണോ? സമ്യക് ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ ആര്, നമ്മളാര് വ്യക്തമായിട്ട് ധരിക്കുന്ന വീക്ഷണം അത് ഉണ്ടായപ്പോൾ അവർ മോക്ഷപ്രാപ്തരായി. ഗജേന്ദ്രന്റെ ആനയുടെ രൂപമെല്ലാം തന്നെ പോയി, ഹോ ഹോ എന്ന് പറയുന്ന നക്രം മുതല അതിന്റെ രൂപമെല്ലാം തന്നെ പോയി യഥാർത്ഥമായിട്ടുള്ള രൂപത്തിലേക്ക് വന്നു. ആത്മസ്വരൂപന്മാരായി മോക്ഷം പ്രാപിച്ചു. എങ്ങനെ? സുദർശനത്തിലൂടെ. ഇത് സനാതനധർമ്മത്തിന്റെ ഒരു ഏടുക്ക സംഭാവനയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭാഗമാണ്. അപ്പൊ അത്തരത്തിൽ സുദർശനം എന്ന് പറയുന്ന സംഗതി അതിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെ മൂന്നാമത് ജന്മം ജനിച്ചിരിക്കുന്ന ജൈവജന്മാരെ അവരെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കലാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഒഴുകി ഭഗവാന്റെ ശരീരത്തിലേക്ക് കയറി എന്ന് തന്നെയാണ് ഭാഗവതം. അപ്പൊ ഭാഗവതത്തിന്റെ രാജശ്രയ വേളയില് മൂന്നാമത് ജന്മം എടുത്തിരിക്കുന്ന ജൈവജന്മാർക്ക് അവരുടെ ശരീരത്തിലുള്ള പ്രകാശരൂപത്തിൽ ജീവനെ തന്നിലേക്ക് സംക്രമിപ്പിച്ച സുദർശന ആ പ്രക്രിയ, അല്ലെങ്കിൽ സുദർശനം എന്ന് പറയുന്ന ആയുധത്തിന്റെ പ്രയോഗം നമ്മൾ പഠിക്കേണ്ടത്. ഇത് ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, ആത്മസ്വരൂപമായിരിക്കുന്ന നമ്മൾ, ആത്മസ്വരൂപമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടക്കുക എന്നുള്ളത് സനാതനത്വം. പിടികിട്ടുന്നുണ്ടോ ഈ വിഷയം? ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കാരണം ഈ അടുത്തടാ എന്തൊരു കോലാഹലമാണപ്പോ നടക്കുന്നത്. സന്യാസിമാർ കാഷായ വേഷം കെട്ടിക്കൊണ്ടും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാത്തവർ അവരുടെ രീതിയിൽ രാഷ്ട്രീയ കൊടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ എന്താണ് സനാതന തത്വം? നമ്മളെല്ലാവരും ആത്മസ്വരൂപികളാണെന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ശ്രോതാക്കളും പ്രസംഗിക്കുന്ന ഞാനും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇതെങ്ങനെ നടക്കൂ എന്ന് ചോദിച്ചാൽ ആത്മഭാവത്തിലൂടെ മാത്രമേ നടക്കൂ. ഒരു നാരായണ ഗുരുദേവനോ ഒരു ചട്ടമ്പി സ്വാമി തിരുവടികളോ ഒരു നിത്യാനന്ദനോ അങ്ങനെ അപൂർവം, അല്ലെങ്കിൽ അത്തരത്തിൽ ശങ്കരാചാര്യ സ്വാമികളോ ഒക്കെ ഇങ്ങനെ ജനിച്ചു പോന്നിട്ടുണ്ട്. പിന്തലമുറക്കാറ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് അവിടെയും സമ്യക് ദർശനം ഇല്ല. അപ്പൊ എല്ലാ തരത്തിലും ഈ സുദർശനത്തിന്റെ പ്രത്യേകത എടുക്കുമ്പോഴാണ് ആത്മഭാവത്തെ ആർജിക്കലാണ്, ആ പ്രകാശധാരയിലേക്ക് കടക്കലാണ് ഈ പറയുന്ന അദ്വൈതമായിട്ടുള്ള രീതി അവിടെ ഒന്നായി. അപ്പൊ ഈശ്വരനും താനും ഒന്നായി തീരുന്ന അവസ്ഥ മാത്രമേ നമ്മുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വേദാന്ത ഭാഷയിൽ നമ്മുടേതായിട്ടുള്ള സനാതന ധർമ്മത്തിന്റെ സംഭാവനയായിട്ടുള്ളൂ എന്ന്. ഇത്തരത്തിലുള്ള യോഗാവസ്ഥ ജീവനും ബ്രഹ്മവും ആ നമ്മുടെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിരിക്കുന്ന സോൾ, വ്യക്തിഗത ജീവൻ എന്ന് പറയും. ആ വ്യക്തിഗത ജീവനും സമഷ്ടിയായിരിക്കുന്ന ഈശ്വരനും തമ്മിൽ യോജിക്കുന്ന അവസ്ഥ, യോഗാവസ്ഥ, അത് മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. അതാണ് അദ്വൈതം, അതാണ് ഈശ്വരതത്വം, അതാണ് സനാതനത്വം. ഇനി നമുക്ക് ആ യോഗാവസ്ഥയിലേക്ക് ഒന്നുകൂടെ കടക്കാം. ആദ്യത്തെ കഥാഗോളം കടന്നു വരുന്ന സതിയുമായിട്ടാണ്. സതി എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങിയത്. സതി ദാക്ഷായിനി എന്നാണ് ആ അമ്മയുടെ പേര്, ദക്ഷന്റെ പുത്രിയായതുകൊണ്ട്. ദക്ഷൻ എന്ന് പറഞ്ഞ പ്രജാപതി, പ്രസൂതി എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം ഈ മനുവിന്റെ ആദ്യത്തെ ജന്മമാണല്ലോ സ്വയംഭൂ മനു. ആദ്യത്തെ ആ മനു, ആ മനുവിന്റെ സന്തതികളിൽ ഒരുത്തിയാണ് പ്രസൂതി, മറ്റൊരുത്തിയാണ് ഈ പറയുന്ന ആഹൂതി, മൂന്നാമതൊരുത്തിയെ നമ്മൾ കാണും ദേവഹൂതി. അപ്പൊ ഇത്തരത്തിൽ 3 പെൺകുട്ടികളില് പ്രസൂതി എന്ന് പറയുന്ന പ്രസവിക്കാൻ വിധിക്കപ്പെട്ടവളെന്നാണ് അതിന്റെ അർത്ഥം. പ്രസൂതി അങ്ങനെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടവള് ദക്ഷപ്രജാപതിയുടെ ഭാര്യയായിട്ട് മാറി. അതിലൂടെ ഇങ്ങനെ പരമ്പര സകല ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. പ്രജാപതി ബാലികളിൽ നിന്നാണല്ലോ ഈ കാണുന്ന സകല ജലാചരങ്ങളും സംജാതമായത്. അതേ രീതിയിൽ ദക്ഷപ്രജാപതി എന്ന് പറയുന്ന വ്യക്തിക്ക് ജനിച്ചു വീഴുന്ന ദാക്ഷാഴിയെ ചൊല്ലി 2 തരത്തിൽ നമ്മുടെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ദക്ഷയാ കഥകളിയിൽ കേട്ട് കാണും. പങ്കം പൂക്കുന്ന കാളിന്നിയിൽ മുഴുകി മുത പത്മപത്രേ വിളങ്ങും ശംഖം തൻ കയ്യിലാക്കുന്നളവിൽ അവനഹോ
കന്യകാരത്നമാകും ശങ്കിച്ചു ശങ്കരസ്യ പ്രണയിനി മകളായി വന്നു ഭാഗ്യാലിരിക്കുന്ന അങ്ങേ ചേർത്തിട്ട് ഭജ്ഞ പ്രണയപരവശൻ ദക്ഷൻ യുദ്ധം ഭാഷേ. ഇൻട്രൊഡക്ടറി ശ്ലോകം. രക്ഷാകഥയിൽ ഇത്തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ മുടക്കാൻ കാരണം സ്കന്ദപുരാണമാണ്. അപ്പോൾ സ്കന്ദപുരാണത്തിൽ ദാക്ഷായണിയുടെ ജന്മം വളരെ ഏറെ വ്യത്യസ്തമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശിവപുരാണത്തിൽ നിന്ന്. ശിവപുരാണത്തിൽ സതി എന്ന് പറയുന്നത് പ്രസവിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ അമ്മയുടെ മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചവളായിട്ട് കാണുമ്പോൾ, ഇവിടെ ഈ ദക്ഷപ്രജാപതി സ്കന്ദപുരാണാന്തർഗതമായിട്ടുള്ള ദാക്ഷായണിയുടെ ജന്മം കാണുന്നത് ഒരു ശംഖിന്റെ രൂപത്തിൽ താൻ ഉലാർത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഈ താമരപ്പുകളെല്ലാം തന്നെ വിടർന്നു നിൽക്കുന്ന തടാകത്തിന്റെ സമീപത്തുകൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷപ്രജാപതി പെട്ടെന്നൊരു ശംഖ് കണ്ടു എന്നാണ്. അവിടെയാണ് പങ്കം പോക്കുന്ന കാളിന്നിയിൽ എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും അത്തരത്തിൽ അഴുക്കുകളെല്ലാം തന്നെ കഴുകിക്കളയുന്ന ആ കാളിന്നി എന്ന് പറയുന്ന യമുന, ആ യമുനാ നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു താമര ഇലയിൽ പങ്കം പോക്കുന്ന കാളിന്നിയിൽ മുഴുകി മുത പത്മപത്രേ വിളങ്ങും ശംഖം, ഒരു ശംഖ്, ഇങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു വെളുത്ത ശംഖ് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് കൊതിപൂണ്ട് ഇദ്ദേഹം എടുത്തു എന്നും, അങ്ങനെ എടുത്തപ്പോൾ കാളിന്നിയിൽ മുഴുകി മുത പത്മപത്രേ വിളങ്ങും ശംഖം തൻ കയ്യിലാക്കുന്ന അളവിൽ അവൻ അഹോ കന്യകാരത്നമാകും. അത് ഉടനെ തന്നെ ഒരു കന്യകയായിട്ട് മാറുക ശങ്കർ. എന്നിട്ട് ശങ്കിച്ചു ശങ്കരസ്യ പ്രണയിനി, ഈ ശങ്കരന്റെ ഭക്തിയായിട്ടുള്ളവൾ ജനിക്കാനിരിക്കുന്ന ആദിപരാശക്തി ഇതാ എന്റെ മകളായിട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ശങ്കം മാറോട് ചേർത്ത് ആ കന്യകാരത്നത്തെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭക്തിയോട് പറഞ്ഞു എന്ന് ആ കഥ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി. പങ്കം പോക്കുന്ന കാളിന്തിയിൽ മുഴുകുമെന്ന പത്മപത്രേ വിളങ്ങും ശംഖം തൻ കയ്യിലാക്കുന്ന അളവിലവനഹോ കന്യകാരത്നാകും ശങ്കിച്ചു ശങ്കരസ്യ പ്രണയിനി മകളായി വന്ന് ഭാഗ്യാലിരിക്കുന്ന അങ്കേ ചേർത്തിട്ട് ഭജ്ഞ പ്രണയപരവശൻ ദക്ഷനിത്യം ഭാഷയെ. ഇനി ശിവപുരാണത്തിൽ എങ്ങനെ ഈ പറയുന്ന പ്രസൂതി ചിലര് ഈ പറയുന്ന ഈ ഐരാണിക്കുളത്തോട് ബന്ധപ്പെട്ട് ഐരാണി അല്ലെങ്കിൽ ആ വീരണി എന്ന് പറയുന്ന ഒരു പേര് കൂടി ഈ പറയുന്ന ദക്ഷപ്രജാപതിയുടെ ഭക്തിക്ക് കൊടുക്കുന്നുണ്ട്. ജനിച്ച ആ കുട്ടിക്ക് ഐരാണി എന്നുള്ള പേര് പാർവതിയുടെ പര്യായ പദമാണ്. ആ പാർവതിയുടെ പര്യായ പദം നമുക്ക് സതിയുടെ കാര്യത്തിൽ ഉപയോഗിക്കാം. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ ശിവപുരാണത്തിൽ ഇങ്ങനെ നൊന്ത് പ്രസവിക്കുന്നു, അത് വളർന്നു വരുന്നു, ബാലലീലകളെല്ലാം തന്നെ ഈ സതി കാണിക്കുന്നുണ്ട്. ഏതായാലും ദക്ഷപ്രജാപതിക്ക് സന്തോഷമായി അവിടെ ഇവിടെയും. അപ്പോൾ ദാക്ഷായിനി എന്ന് പറയുന്ന സാക്ഷാ ജഗദീശ്വരിയുടെ അവതാരം ഏത് രീതിയിലാകട്ടെ നമുക്ക് പറയാനുള്ളത്, ഏതൊരു ശിവപെരുമാളാണോ ഒറ്റയ്ക്ക് കൈലാസത്തിൽ ഇങ്ങനെ കുട്ടിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഇരിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവും വിഷ്ണുവും അവർ രണ്ടുപേരും കൂടി ശിവനെ ചെന്ന് കാണുകയും ആദിപരാശക്തിയെ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ആ ആദിപരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് അവളെ ജനിപ്പിച്ചുകൊണ്ട് ആ ദേവിയെ ശങ്കരന്റെ പത്നിയാക്കി മാറ്റുന്ന രംഗമാണ്. അതായത് ബ്രഹ്മാവിന് ബ്രഹ്മാണിയുണ്ട്, അവർ സ്വസ്ഥമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടികർമ്മങ്ങൾക്ക് ഉപോത്ബലകമായിട്ട് ശക്തി ഏകിക്കൊണ്ട് ബ്രഹ്മാണിയുണ്ട്. അതുപോലെ ഈ പറയുന്ന രീതിയിൽ വിഷ്ണു എന്ന് പറയുന്ന ആ ത്രിമൂർത്തികളിൽ മറ്റൊന്ന് പാലനക്രിയയിൽ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വൈഷ്ണവി എന്ന് പറയുന്ന ശക്തിയും കൂടെ ഉണ്ട്, മഹാലക്ഷ്മിയായിട്ടും ഇവിടെ മഹാസരസ്വതിയായിട്ടും. പക്ഷേ മൂന്നാമത് ഇങ്ങനെ ഇരിക്കുന്ന സംഹാരരുദ്രൻ അദ്ദേഹത്തിന് സഹായിക്കാനോ ശക്തി പകർന്നു കൊടുക്കാനോ ഒരു ദേവീ സ്വരൂപവും ഇല്ലാത്തതുകൊണ്ട് ആദിപരാശക്തിയെ ധ്യാനിച്ച് ബ്രഹ്മാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി ദക്ഷന്റെ പുത്രിയായിട്ട് ജനിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ദക്ഷ പ്രജാപതിയാണെങ്കിലും വാസ്തവത്തിൽ തപസ്സിലാണ്. പ്രജാപതിമാരെല്ലാവരും തന്നെ നമ്മുടെ പ്രജകള് നമ്മളെ ജനിക്കപ്പെട്ട സകല ജീവജാലങ്ങളും എല്ലായ്പ്പോഴും സുഖകരമായിട്ട് വർദ്ധിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല ഈ പറയുന്ന ഏകാന്തതയിൽ തപസ്സനുഷ്ഠിക്കുന്ന ശിവപെരുമാൻ രുദ്രൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണം, ഒരു പത്നിയെ വേണം എന്ന് കണ്ടിട്ടാണ് ജഗന്മായയെ ആവാഹിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കാര്യം ഉണർത്തിച്ചത് എന്ന്. ഇവിടെ അന്തർഭവിച്ചിരിക്കുന്ന കാര്യം വീണ്ടും ഞാൻ യോഗ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരികയാണ്. അവിടെ ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവ് തന്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ബ്രഹ്മാണി എന്ന് പറയുന്ന ദേവിയുമായിട്ടുള്ള യോഗാവസ്ഥയിലാണ്. യോഗാവസ്ഥ ഭാര്യാഭർത്തൃബന്ധം നയിക്കുന്ന നമ്മുടെ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഭാവി തലമുറ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ചിന്തിച്ചാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. അതില്ല. ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നതിലും എന്താണ് ആ അവസ്ഥയിൽ നമ്മൾ മോചിതരായിട്ട് യോഗാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ ഉദാഹരണം ഈ ബ്രഹ്മാവും പത്നിയായിരിക്കുന്ന മഹാസരസ്വതിയുമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, രണ്ടുപേരുടെയും വാഹനമമ്മ മഹാസരസ്വതി എന്ന് പറഞ്ഞ ഹംസത്തിന്റെ പുറത്താണ്. അതുപോലെ ഹംസത്തിന്റെ പുറത്ത് തന്നെയാണ് ബ്രഹ്മാവും.
ബ്രഹ്മാവ് എന്ന് പറയുന്ന വേദഗർഭനാണ്, അറിവിന്റെ ഉറവിടമാണ്. അത്തരത്തിൽ സരസ്വതി എന്ന് പറയുന്ന മഹാസരസ്വതി ആയാലും അറിവെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര സ്വരൂപമാണ്. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടും ഒരേ ഭാവത്തില് അത്തരത്തിൽ ഒരുമയുള്ള പൊരുത്തമുള്ള പ്രത്യേക രീതിയിൽ ഇങ്ങനെ യോജിച്ചു പോകുന്ന ഒരവസ്ഥ തമ്മിൽ കാണാം. ഇത് തന്നെ വിഷ്ണുവിന്റെ കാര്യത്തിലും വൈഷ്ണവി എന്ന് പറയുന്ന മഹാലക്ഷ്മി, അവിടെയും നമ്മൾ ഇവർ രണ്ടുപേരും കൂടി യോജിച്ചിട്ട് വേണം പാലനക്രിയ സ്ഥിതി എന്ന് പറയുന്ന ശ്രദ്ധജാലങ്ങളെ മുഴുവൻ പരിരക്ഷിക്കുന്ന, അവയെല്ലാം തന്നെ സംരക്ഷിച്ചു മുന്നോട്ട് പോകുന്ന ആ കർത്തവ്യത്തിൽ വ്യാപൃതരായിരിക്കുന്ന അവരും യോഗാവസ്ഥയിലാണ്. അപ്പോ ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്ന രണ്ടു കൂറായിട്ട് ഇരിക്കുന്നവർ ഒരു കൂറായി മാറുന്നതും, അല്ലെങ്കിൽ ഒന്നിൽ നിന്നിങ്ങനെ പുറത്തേക്ക് പോയത് ഇണങ്ങിച്ചേരുന്നതും ഇണചേരുന്നതും അത്തരത്തിൽ ഒന്നായി തീരുന്നതുമായിട്ടുള്ള അവസ്ഥ അത് യോഗാവസ്ഥ. മനസ്സിലായോ? ശിവയോഗത്തിലേക്കാണ് നാം നടക്കുന്നത്. യോഗമില്ലാത്ത രീതിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശിവനെ യോഗാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് സതിയുടെ കഥ പറഞ്ഞുകൊണ്ട് ആ വിവാഹം നടത്തി കൊടുക്കുന്ന ദക്ഷപ്രജാപതിയുടെ ദൗത്യം. അപ്പൊ ദക്ഷപ്രജാപതി ഒരു സന്തതിയെ വാർത്തെടുക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാൽ വരാശക്തിയെ സന്തതിയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആ പറയുന്ന സന്തതി സതി എന്നെല്ലാം തന്നെ പേരിട്ടിട്ട് അത് ഭഗവാനുമായിട്ട് യോജിച്ചു പോകത്തക്ക രീതിയിൽ വിവാഹത്തിലേക്ക് ഏർപ്പെടുത്തുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആ യോഗാവസ്ഥ. ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു ചെവിയിൽ കൂടി കേൾക്കുന്നു, മറ്റേ ചെവിയിൽ കൂടി കളയുന്നു എന്ന് മാത്രം. സാധനയിലേക്ക് ഏർപ്പെടുക. എന്തിനാണാവോ ഈ പറയുന്ന പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കുന്നത്? അതുകൊണ്ടാണ് വാഗർദ്ധ പ്രതിപത്തെ ജഗതപ്പിതരവന്തേ പാർവതി പരമേശ്വരവും എന്നിങ്ങനെ പ്രാർത്ഥിച്ചത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന യുവമിഥുനങ്ങൾ അവർ തമ്മിലുള്ള എക്കച്ചക്ക എന്തെന്നില്ലാത്ത കാറൽ, അവർ തമ്മിലുള്ള ശണ്ടയെല്ലാം തന്നെ മാറാൻ വേണ്ടി ജ്യോത്സ്യന്മാർ പറയുമ്പോൾ സഭാസൂക്തം ജപിക്കാനും, അങ്ങനെ ജ്യോത്സ്യന്മാർ പറയുമ്പോൾ യോഗിനി യോഗിനി എന്ന് തുടങ്ങുന്ന സ്വയംവര പാർവതി മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചിക്കാനും, അത്തരത്തിൽ ആ ഇണകളെയെല്ലാം തന്നെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രവാദ പ്രക്രിയയായിട്ട് മാറാനുമല്ല നിർത്തിയത്. അല്പനേരം ഗ്യാപ്പ് തന്നത് അല്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രാകൃതമായിരിക്കുന്ന സമ്പ്രദായത്തിലല്ല സനാതന നമസ്കാരം. സനാതന നമസ്കാരത്തിൽ നമ്മൾ പാർവതി പരമേശ്വരന്മാരെ കാണുന്നതും, അല്ലെങ്കിൽ വിഷ്ണു ലക്ഷ്മിമാരെ കാണുന്നതും, ബ്രഹ്മാണി ബ്രഹ്മാവിനെ എല്ലാം തന്നെ കാണുന്നതും, ദാമ്പത്യ ജീവിതം ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ച രീതിയിലേക്ക് പോകുന്ന ആ രണ്ട് ദേഹങ്ങളായിട്ട് ഇണചേർന്ന ഇണങ്ങിപ്പോകുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് യോഗാവസ്ഥ. അപ്പൊ യോഗ ചിത്തവൃത്തി വിരോധ എന്ന് പതഞ്ജലി പറയുന്ന ആ യോഗാവസ്ഥ ചിത്തവൃത്തികളെ നിരോധിക്കാതെ ഇത് കിട്ടുമോ? ചിത്തം എന്ന് പറയുന്ന മനനാകാരമാണ്, മനസ്സ് എന്ന് പറയുന്നത് ചഞ്ചലാത്മകമാണ്. ചഞ്ചലാത്മകമായിട്ടുള്ള മനസ്സിന്റെ ഒരു രൂപാന്തര പ്രാപ്തിയാണ് ചിത്തത്തിൻ്റെത്. അത് കഴിഞ്ഞിട്ടാണ് ബുദ്ധിതലത്തിലേക്ക്. ചിത്തത്തിൽ പോലും വികാരങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ അലമാലകൾ പോലെ നമ്മളെ അലട്ടുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ ചിന്താരീതികളെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് സ്വസ്ഥമാക്കുന്ന രീതിയുടെ പേരാണ് യോഗ. യോഗ ചിത്തവൃത്തി നിരോധക. അത് എങ്ങനെ സാധിക്കണമെന്ന് ചോദിച്ചാൽ പുരുഷപ്രകൃതികളെ യോജിപ്പിച്ചുകൊണ്ട്. പുരുഷപ്രകൃതികൾ എന്ന് പറയുമ്പോൾ പ്രകൃതി എന്ന് പറയുന്ന പുരുഷനെന്ന് ജനിച്ചത്, ആ പുരുഷൻ എന്ന് പറയുന്ന ഈശ്വര സ്വരൂപം പുരത്തിൽ ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള ഈശ്വരനുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇടപഴകി പോകുന്ന പ്രകൃതി, അത് രണ്ടും കൂടി ഇങ്ങനെ രണ്ടായിട്ട് കേൾക്കുന്ന ഒരവസ്ഥ പാടില്ല. അതിനെ ലയിപ്പിക്കുന്നതിന്റെ പേരാണ് യോഗ. അപ്പൊ എങ്ങനെ ലയിപ്പിക്കാമെന്നുള്ള വിദ്യകളെല്ലാം തന്നെ സനാതന മാർഗത്തിലുണ്ട്. ആ യോഗ വിദ്യകളെല്ലാം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ഭിന്നരുചിർഹി ലോക എന്ന് പറയുന്ന ലോകർക്ക് അവരുടെ രുചിക്കനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള വിദ്യകൾ. അവിടെയാണ് മന്ത്രവും തന്ത്രവും എല്ലാം തന്നെ. അല്ലാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ആൾക്കാരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ പ്രഹസനം നടത്തിക്കൊണ്ട് ഒരു പ്രകടനമാക്കി മാറ്റാനുള്ളതല്ല എന്ന്. അപ്പൊ ഈശ്വര പ്രതിഷ്ഠ ഒരു വിഗ്രഹത്തിൽ നമ്മൾ നടത്തുമ്പോഴും, അത്തരത്തിൽ ശിവപ്രതിഷ്ഠയോ വിഷ്ണുപ്രതിഷ്ഠയോ ഒക്കെ നടത്തുമ്പോഴും അവിടെ നിന്ന് ജനിക്കുന്നത് ഇത്തരത്തിലുള്ള യോഗാവസ്ഥ തന്നെയായിരിക്കണം. ആ യോഗാവസ്ഥയ്ക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ശിവൻ. തന്റെ ഭക്തിയായിരിക്കുന്ന സതീദേവിയെ വളരെയേറെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും അവർ തമ്മിൽ ഇഴകിച്ചേരുകയും ചെയ്ത് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ദക്ഷന് വിരോധം ഉണ്ടാവുകയും, അതാണ് കഥ ചൊരിക്കൽ നമുക്ക് പറയാൻ കിട്ടിയ സമയം കൊണ്ട്, ആ ദക്ഷനെന്നതില്ലാത്ത വിരോധം ഈ ശിവപെരുമാളുമായിട്ടുണ്ടാകാൻ കാരണം എന്താ? ദക്ഷപ്രജാപതി കടന്നു ചെന്നപ്പോൾ ശിവന് എഴുന്നേറ്റ് നിന്നില്ല, വണങ്ങിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലുമുണ്ട് ഈ പറഞ്ഞ ഏറ്റവും ദുഷിച്ച ചിന്താഗതി. മുതിർന്നവർ വരുമ്പോൾ താഴെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക, വന്ദിക്കുക എന്ന് പറയുന്ന പഴയ സമ്പ്രദായം, ആ ആചാരമെല്ലാം തന്നെ ഇന്ന് തിരോഭവിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മൾ ആഗ്രഹിക്കും നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ. അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ ഈ പറയുന്ന ദക്ഷപ്രജാപതിയെ പോലെ ആയാൽ എന്തായിരിക്കും? പരസ്പരം ശപിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി എന്ന് പറയുന്ന വൃക്ഷം ഭഗവാന്റെ വാഹനം തന്നെ ശപിച്ചു ദക്ഷനെ. ഈ ദക്ഷനാണെങ്കിൽ ഭഗവാനെയും ശപിച്ചു. എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശാപത്തിന്റെ ഒരു ശരവർഷം. ഇതെല്ലാം തന്നെ ഉണ്ടായത് ഈഗോ എന്ന് പറയുന്ന അഹങ്കാരത്തിൽ നിന്നാണ്. അടുത്ത വിഷയം. അപ്പൊ സമത്വം എന്ന് പറയുന്ന യോഗത്തിലേക്ക് എത്താൻ നമുക്ക് തടസ്സം നിൽക്കുന്നത് ഈഗോ കോംപ്ലക്സുകളാണ്. എന്തുമില്ലാത്ത കോംപ്ലക്സ്.
ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വക്കീലാണെന്നുള്ള ബോധം വന്നാൽ എന്റെ പ്രസംഗമെല്ലാം തന്നെ അർത്ഥശൂന്യമാണ്. ഞാൻ വക്കീലാണെങ്കിൽ അവിടെ കൊള്ളാം, വേഷം കെട്ടിയിട്ട് അവിടെ നടമാടുന്ന രീതി അത് അവിടെ കൊള്ളാം, ഇവിടെ കൊള്ളില്ല. അപ്പോ അത് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു വിചക്ഷണത, എന്തെന്നില്ലാത്തൊരു വിവേകമില്ല എങ്കിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഭാര്യാപുത്ര ബന്ധം പോലെയല്ല മാതൃപുത്രബന്ധം. ആ ബന്ധങ്ങളെല്ലാം തന്നെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കലും മനുഷ്യന് മാത്രമുള്ള കൈമുതലാണ്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇത്തരത്തിൽ സതി എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരി രക്ഷയാഗത്തിലേക്ക് പോകാൻ കൊതിക്കുന്നു. അച്ഛൻ നടത്തുന്ന യാഗമാണ്. പക്ഷെ ശിവനെ വിളിച്ചിട്ടില്ല, പരമ്പൊരുളായിരിക്കുന്ന പരമേശ്വരനെ ക്ഷണിച്ചിട്ടുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ? ശിവന്റെ പര്യായ പദങ്ങളിലാണ് ഈശ്വരൻ, ഈശൻ എന്നെല്ലാം തന്നെ പറയുന്നത്. ഈശ്വരൻ, ഈശൻ. അപ്പൊ ഈശൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന പ്രയോഗം സാക്ഷാൽ ഈശ്വരഭാവം ആരെയെന്ന് ചോദിച്ചാൽ ശിവൻ തന്നെയാണ്. വിഷ്ണുവായാലും ബ്രഹ്മാവായാലും മറ്റിതര ആ മൂർത്തികളെയെല്ലാം തന്നെ വിട്ടിട്ട് മൂന്നാമത് ഭാവം എന്ന് പറയുന്ന സംഹാരത്തിൽ ഈശ്വരഭാവമാണ്. അവിടെ ശിവപുരാണം പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ശിവൻ എന്ന് പറയുന്ന ആത്മതത്വത്തിന്റെ, പരമാത്മ വൈഭവത്തിന്റെ, പരബ്രഹ്മഭാവത്തിന്റെ അവതാര സ്വരൂപമാണ് രുദ്രൻ. ഭാഗവതം പഠിക്കുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ തന്നെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നൊരു പ്രയോഗമുണ്ട്. ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ അവതാരമായിട്ട് വിശദീകരിക്കപ്പെടുന്ന കൃഷ്ണൻ വിഷ്ണുവിന് തത്തുല്യമായിരിക്കുന്ന പദവി ഉണ്ടായതാണ്. അപ്പോൾ രുദ്രൻ എന്ന് പറഞ്ഞാൽ പോലും അത് ശിവതത്വം തന്നെയാണ്. ശിവന്റെ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ്. പ്രത്യേകിച്ച് കാരണം എന്താ? നമ്മൾ എല്ലാവരും തന്നെ കേന്ദ്രീകരിക്കുന്ന ഭൂമത്യം എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിൽ നിന്ന് പ്രാദുർഭവിക്കുന്നതാണ്. നിങ്ങൾ ശരീരത്തിലേക്കൊന്ന് വരൂ. നിങ്ങളുടെ ശരീരം കിട്ടിയത് ഉണ്ട് ഉറങ്ങി കാലം കഴിച്ചുകൊണ്ടാണല്ല എന്ന് നമ്മുടെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നേടേണ്ടത് എന്താ? ഈ ഭൗമത്യം എന്ന് പറയുന്ന ആജ്ഞാചക്രം കൂടി കൊള്ളുന്ന ഭാഗം ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി എന്ന് തന്നെയാണ് ലളിത പറഞ്ഞിട്ടുള്ളത്. അവിടെ രുദ്രന്റെ ഗ്രന്ഥിയാണ്. രുദ്രന്റെ പ്രാദുർഭാവം അവിടെ വന്നാണ് പ്രധാനപ്പെട്ട ഒരു നേർനോട്ടാണ്. ഇപ്പൊ എല്ലാവരും കൂടി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുംഭമേളയിലേക്കാണ്. കുംഭമേള എന്ന് പറയുന്ന അവിടെ പോയി ജീവനോടുകൂടി തിരിച്ചു വരവ് എന്ന് പറയാൻ നമ്മൾ ചെയ്യില്ല. തിക്കും തിരക്കും, കോടാനുകൂടി ജനങ്ങൾ ഇങ്ങനെ തിക്കും തിരക്കി അതിൽപ്പെട്ട് ചാവാനിടയുണ്ട്. അതെല്ലാം വകവയ്ക്കാതെ ഓടും. അവിടെ ചെന്ന് മുങ്ങിയാൽ ഇപ്പൊ കിട്ടും. പക്ഷേ അകവൂർച്ചാത്തന്റെ ചതിന്റെ പോലെയാണ് എന്നുള്ള അറിയുന്നില്ല. ഞാനും മുങ്ങി, എല്ലാരും മുങ്ങി, എല്ലാരും മുങ്ങണ കൂട്ടത്തിൽ ഞാനും മുങ്ങി എന്ന് പറയും. മുങ്ങി പോകി. ഈ മുങ്ങി പോകി എന്ന് പറയുന്ന ശരീരത്തിന് മാറ്റമില്ല, മനസ്സിന് മാറ്റമില്ല, അന്ധകരണത്തിന് മാറ്റമില്ല, യാതൊരു മാറ്റമില്ലാതെ അകവൂർച്ചാത്തന്റെ ചൊരയ്ക്ക പോലെ മുങ്ങി പോകുന്ന രീതി. അത് മാറ്റിയെടുക്കാൻ എന്താ വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ദേവാലയം അല്ലെങ്കിൽ ശിവാലയം, അവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന ബ്രഹ്മരന്ധ്രം എല്ലാം തന്നെ വാസ്തവത്തിൽ തലയോട് അതിന്റെ മുകളിലാണ്. അങ്ങോട്ടേക്ക് നമ്മളെ നയിക്കുന്നതിന് മുൻപ് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിൽ നേർന്നോട്ട് അവിടെ വന്ന് സന്ധിക്കുകയാണ് രണ്ട് നാഡികൾ. ഇരുവശവുമുള്ള ഇട പിങ്കള എന്ന് പറയുന്ന ചന്ദ്രനാടിയും സൂര്യനാടിയും. മൂന്ന് പേരിങ്ങനെ കൂട്ടുകൂടുന്ന രംഗമാണ് ഈ നെറ്റിത്തടം. അതിന് അഗ്നിയായിട്ട് പറഞ്ഞു, അഗ്നി നേത്രമായിട്ട് പറഞ്ഞു, ശിവന്റെ ബാലനേത്രമായിട്ട് പറഞ്ഞു. അതിൽ നിന്നാണ് അഗ്നി മുതിർന്നിട്ട് കാമദേവൻ ദഹിപ്പിച്ചത് എന്ന കഥയിലൂടെ കണ്ടു. അപ്പൊ ഈ എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി കുതിരക്കുഴികളുടെ ഇടയ്ക്ക് ഈ പറയുന്ന ഭാരനേത്രത്തിനുണ്ട്. അത് ത്രിവേണി സംഗമമാണ്. ഈ സംഗമം യോഗ കേൾക്കുന്നുണ്ടോ? ഇതുവരെ കേട്ടതൊക്കെ വല്ലതും ഉണ്ടോ? ഉള്ളിലുണ്ടോ ഇതുവരെ കേട്ടതൊക്കെ? വേണ്ട, അതൊക്കെ കളഞ്ഞിക്ക് നമുക്ക് ഇതൊക്കെ ചമ്പു ചോറും. അപ്പൊ ഏതായാലും ഈ യോഗാവസ്ഥ എന്ന് പറയുമ്പോൾ ഇടാപിങ്കള എന്ന് പറയുന്ന രണ്ട് നാടുകളെ കൊണ്ടുവന്ന് യോജിപ്പിക്കുന്ന ആജ്ഞാചക്രം അതും വാസ്തവത്തിൽ യോഗ കേന്ദ്രമാണ്. ആ യോഗ കേന്ദ്രത്തിൽ നമ്മൾ ഈ പറയുന്ന ത്രിവേണി സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുങ്ങുക. നമ്മൾ വാസ്തവത്തിൽ അവിടെ മുങ്ങാൻ തയ്യാറല്ല, നെട്ടോട്ട ഓടുകയാണ്. അപ്പൊ ഇങ്ങനെ പണം നിർവ്വഹം ചെയ്തുകൊണ്ട് ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടും എല്ലാ തരത്തിലും സമയം മെനക്കെടുത്തിക്കൊണ്ട് ഓടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശരീരത്തെ കുത്തിയിരിക്കുന്ന രീതിയിലേക്ക് വന്നാൽ രമണ മഹർഷി പറയുന്ന പോലെ ചുമ്മാതിരി അല്ലേ? രമണ മഹർഷി അറിയുന്നവരുണ്ടോ? ഏതായാലും രമണ മഹർഷി പറയുന്നത് ചുമ്മാതിരി, കുത്തിയിരി എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് അവിടെ എല്ലാം തന്നെ എന്തിനാണപ്പോ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നത്? അതെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ അജ്ഞാനത്തിന്റെ രണ്ട് മുഖങ്ങളായിരിക്കുന്ന ആവരണവും വിക്ഷേപങ്ങളുമാണ്. ഈ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് നെട്ടോട്ടം ഓടിയിട്ട് യാതൊന്നും കിട്ടാനില്ല എന്നുള്ള മട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് ശരീരത്തെ തന്നെ ദേവാലയമാക്കി, ക്ഷേത്രമാക്കി, അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെ നമ്മൾക്ക് വാസ്തവത്തിൽ ഊറ്റി കുടിക്കാനുള്ള വേദികളാക്കി ആ ത്രിനാടികൾ എന്ന് പറയുന്ന ഇടാപിങ്കള, അതിന്റെ നടുവിലുള്ള സുഷമന, അത് സമ്മേളിക്കുന്ന സ്ഥലത്തെയെല്ലാം തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എത്ര സുന്ദരമാണ് ധ്യാനം. ആകാശത്തിലേക്ക്, ആകാശം എന്ന് പറയുന്ന തത്വത്തെ നമ്മൾ കാണുന്ന മൂക്കിന്റെ മുകൾത്തട്ടിലേക്കാണ്. ഈ മൂക്കിന്റെ മുകൾത്തട്ട് എന്ന് പറയുന്ന നാസാഗ്രം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ ധ്യാനിക്കുന്നത് എപ്പോഴും ഭൂമധ്യത്തിലേക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ധ്യാനം ക്രിസ്തുദേവൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം അദ്ദേഹം പഠിച്ചത് ഇവിടെ നിന്നാണ്.
അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് പഠിച്ചുപോയ അദ്ദേഹവും ഗെത്സമനത്തോട്ടത്തിൽ അവസാന നിമിഷത്തെ ഇങ്ങനെ ധ്യാന നേത്രത്തോടുകൂടി ഇരിക്കുന്നത് ഈ പറയുന്ന ആജ്ഞാചക്രത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അവിടമാണ് ഈ പറയുന്ന ധ്യാന കേന്ദ്രം. അതാണ് ഈ പറയുന്ന ത്രിവേണി സംഗമം. അവിടെയാണ് വസ്തുതയിൽ ഈശ്വരാന്വേഷണത്തിന് ഉതകുന്നതായിട്ടുള്ള സങ്കേതം, നല്ലൊരു മർമ്മമാണ്. അവിടെ നിന്നാണ് നമ്മൾ കയറുന്ന കൈലാസത്തിലേക്ക്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരേന്ദ്രഗതമായിട്ടുള്ള യോഗമാർഗം അവലംബിക്കുന്ന ഒരു വ്യക്തി യോഗാവസ്ഥയെ പ്രാപിക്കാൻ ഉതകുന്ന ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിലുള്ള 12 ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ജ്യോതിർലിംഗങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ ഈ നെറ്റിത്തറ മുതല് സഹസ്രാരപത്മം വരയ്ക്ക് ഇടയിലാണ്. നമ്മൾ അവിടെ കിടന്നോടും. എങ്ങനെ രാമേശ്വരത്ത് പോയാൽ അങ്ങോട്ട് ഓടും, അല്ലെങ്കിൽ അവിടെയെല്ലാം തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ട് ഒന്നും കിട്ടാതെ തിരിച്ചു പോരും. വീണ്ടും ഞാൻ പറയുന്നത് ഒന്നും കിട്ടാതെ തിരിച്ചു പോരുക. ഞാൻ നിങ്ങളോട് തന്നെ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ പുട്ടവർത്തിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഒരു നാളെ ചോദിച്ചു, നിനക്ക് എന്ത് കിട്ടി? വലിയ ലഡു കിട്ടി. തിരുപ്പതി ചെന്നിട്ടും വലിയ ലഡു കിട്ടി. പക്ഷെ അടുത്ത കാലത്ത് അത് മുഴുവൻ മൃഗക്കൊഴുപ്പ് ചേർന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അത്ര പ്രശ്നമാണക്കാര് ഇല്ലേ, എല്ലാ തരത്തിലും മോശമായി. അപ്പൊ കഴിച്ചതെല്ലാം തന്നെ ഛർദ്ദിക്കാനും നിവർത്തിയില്ല, അതൊക്കെ പോയി. അപ്പൊ അത്തരത്തിലെല്ലാം തന്നെ വലിയ ലഡു കിട്ടി എന്ന് ചോദിച്ചാൽ എപ്പോഴും ഭഗവാനെ കിട്ടിയോ അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുള്ള വല്ലതും കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അന്ന് അമ്മമാര് ശ്രദ്ധിക്കുക, മുമ്പിലിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കൂ. മനസ്സിലായില്ലെങ്കിൽ വേണ്ട വെറുതെ ഇങ്ങനെ ഇരിക്കാം. ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ എണീറ്റ് ഓടാനല്ല പറഞ്ഞത്. എണീറ്റ് ഓടിയാലും വിരോധമില്ല. വാസ്തവത്തിൽ ഇരുന്നിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ഹിന്ദുക്കൾക്കെല്ലാം തന്നെ ഇപ്പൊ മൂലക്കുരുവാണ്. മൂലക്കുരു ഉള്ളതുകൊണ്ട് അധിക നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. അധിക നേരെ ഇരിക്കുന്നവനാണ് ഹിന്ദു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആസനമുള്ളവനാണ്. എന്നാൽ ആർക്കെങ്കിലും ആസനമുണ്ടോ? നിങ്ങളൊക്കെ കസേരയിൽ ഇരിക്കണേ, നിലത്തൊന്നും ഇരിക്കാവോ? അപ്പൊ നിലത്ത് ചമ്രം പണിഞ്ഞിരുന്നുകൊണ്ട് അധികനേരം ഇരിക്കാനുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ജിതാസനന്മാരാവും. അത് ഹിന്ദുവിന്റെ ലക്ഷണമാണ്. ഇത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒക്കെ കൂടി ഇങ്ങനെ എഴുന്നേക്കണതാണ്. ഈശ്വര പ്രാർത്ഥന, യജ്ഞവേദിയായാലും ഇതര വേദികളായാലും അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുന്ന രീതി ഒന്നും ഹൈന്ദവമല്ല, സനാതനമല്ല. സനാതനം എന്ന് പറഞ്ഞാൽ കുട്ടിയിരുന്നുകൊണ്ട് മൂലാധാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരത്തെ ഇങ്ങനെ നമ്മൾ ജിതാസനാകുക എന്നുള്ള പ്രയോഗമാണ് ഭാഗവത തുടക്കത്തില്. ജിതാസനാകുക, ജിതശ്വാസനാകുക, ജിതേന്ദ്രിയനാകുക, ജിതസംഗനാകുക. അങ്ങനെ എല്ലാ തരത്തിലും ശരീരത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ശമനമങ്ങളും അങ്ങനെ യമനിയമങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഭാവത്തിലാണ് സനാതന ധർമ്മി എന്ന് പറയാവുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കടന്നു കയറുന്ന തലയിലേക്ക് ഈ മൂർധാവിലാണ് കൈലാസനാഥൻ. കൈലാസത്തിന്റെ അധിപതിയായിരിക്കുന്ന രുദ്രന്റെ സങ്കേതം ഇവിടെയാണ്. സഹസ്രാരപത്മം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള താമരപ്പൂവിന്റെ നടുവിലുള്ള കർണികയിലാണ്. ഇനി ശ്രദ്ധിക്കൂ, സൗന്ദര്യലഹരിയിലെ അടുത്ത ശ്ലോകം. സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം വെച്ചാണ് തുടങ്ങിയത്. ഇനി 9ാമത്തെ ശ്ലോകത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ കൃതിമരുതം ആകാശമുപരി മനോഭിഭൂമധ്യേ ഭൂമധ്യേ സകലമപി ഭിദ്വാകുളവദം സഹസ്രാരേ പത്മേ സകലരഹസ്യവത്യാവിഹരസി. അനുവാദമൊന്നും വേണ്ട, എഴുന്നേറ്റ് കൊണ്ട് പോവാം. നമുക്ക് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേക റൈറ്റ് ഉണ്ട്, ചോദിക്കാതെയൊക്കെ ഇറങ്ങി പോവാക്കും. അത് ഹിന്ദുവിന്റെ ഒരു കഴിവാണ്. അവർക്ക് മര്യാദയൊന്നും വേണമെന്നില്ല. അപ്പൊ എല്ലാ തരത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നെറ്റിത്തരത്തിലുള്ള തലയിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് ശിവപെരുമാൾ എന്ന് പറയുന്ന മഹിമൂലാധാര എന്ന ശ്ലോകത്തില് സഹരഹസ്യ പത്യാവിഹരസേ. ആ പതിയോടുകൂടി ഭർത്താവിനോടുകൂടി വിഹരിക്കുന്ന സഖാൽ പാർവതീദേവി. താഴ്ന്നു കിടന്നുപോയി വിയോഗാവസ്ഥ. താഴ്ന്നു കിടക്കുന്ന പാർവതീദേവിക്ക് തലയിലേക്ക് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഈ ശ്ലോകം. എന്നിട്ട് തലയിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് പാർവതി പരമേശ്വരന്മാർ സമ്മേളിക്കുന്നു. ഇത് യോഗ. അത് സതിക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ കുറച്ചുനാൾ ഇങ്ങനെ ഓർമ്മിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് ലക്ഷപ്രജാപതിയുടെ യാഗത്തെ പറ്റി കേട്ടിട്ട് അച്ഛനെ കാണണം, അമ്മയെ കാണണം എന്നുള്ള ചിന്തയോടുകൂടി ദാക്ഷായി അങ്ങോട്ടേക്ക് തിരിച്ചു. ഭഗവാൻ തടുത്തില്ല. ഏതായാലും അങ്ങനെ പോയ ആ ദാക്ഷായിയുടെ കഥയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ ചെന്നു ലക്ഷപ്രജാപതിയോട് പറഞ്ഞു, അവിടെയുള്ള ദേവന്മാരോട് പറഞ്ഞു, വിഷ്ണുവിനോടും അതുപോലെ വിഷ്ണുവോട് സന്നിഹിതനാണ്, ബ്രഹ്മാവുമുണ്ട്, ശിവനെ മാത്രം കാണുന്നില്ല. എന്റെ ഭർത്താവിനെ വിളിക്കാതെ ഏതൊരു യജ്ഞമാണ് യജ്ഞമാകുക എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ശിവപുരാണത്തിൽ സതീഖണ്ഡത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അച്ഛനോടും ഇതര ദേവന്മാരോടും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ശിവപെരുമാളില്ലാത്ത അങ്ങനെയുള്ള ഒരു യജ്ഞത്തിന് എങ്ങനെ പൂർത്തീകരണം, ഇതിൽ എന്താണ് സാധ്യതയുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടിയില്ലാത്ത അവസ്ഥയിലാണ് പിന്നാലെ ദക്ഷൻ വന്നിട്ട് ശകാരിക്കുകയാണ്, നിന്നെ ആരാണപ്പാ ക്ഷണിച്ചത്, നീ ഇങ്ങോട്ടേക്ക് വരാൻ എന്തേ കാരണം, നിന്നെ ആരും വിളിച്ചില്ലല്ലോ, നിന്റെ ഭർത്താവ് പാപ്പം പഴുതാരിയുമെല്ലാം തന്നെ ശരീരവാസകരെ ഇങ്ങനെ ചുറ്റിയിട്ടുകൊണ്ട് വളരെ വികൃതമായിരിക്കുന്ന വേഷവിധാനത്തോടുകൂടി കണ്ടാൽ തന്നെ കണി കാണാൻ കൊള്ളാത്ത ആ രൂപം, അതെല്ലാം തന്നെ ഉള്ള നിന്റെ ഭർത്താവിനെ വാസ്തവത്തിലെല്ലാം തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദക്ഷൻ. അപ്പൊ ഈ ദക്ഷ പ്രജാപതിയുടെ ക്രൂരമായിട്ടുള്ള മനസ്സുകൾ കേട്ടിട്ട്
സഹിക്കുന്നില്ലാത്ത സങ്കടം വന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് സാധിക്കുന്ന ഒരു യോഗാവസ്ഥയുണ്ട്. അതാണ് അടുത്ത ശിവയോഗ. ഒന്ന് ശ്രദ്ധിച്ച് അല്പം ഒന്ന് കേൾക്കാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കണമെങ്കിൽ ഈ അയോറുമടത്തിലെ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരു പെട്ടിയോ അല്ലെങ്കിൽ ഗ്യാസെല്ലാം തന്നെ വെച്ച് കത്തിച്ച് 2 മണിക്കൂർ കൊണ്ട് ചാമ്പലാക്കുന്ന രീതിയോ വേണ്ടേ? നമ്മൾ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കാൻ ഉപാധികൾ പലതും കണ്ടുപിടിച്ച് ഇന്ന് വിറകെല്ലാം തന്നെ വെട്ടി അപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടി ചില ഒരുക്കിക്കൊണ്ട് കത്തിക്കുന്ന രീതി മാറിപ്പോയി. എന്നിട്ട് ഇങ്ങനെ ഒരു പെട്ടിയോ പ്രമാണമോ ഒക്കെ ആയിക്കൊണ്ട് അതിന്റെ ഇത്തരത്തിലുള്ള കാറ്റൊക്കെ ഊഹി ഗ്യാസെല്ലാം തന്നെ അതിനകത്തേക്ക് കടത്തി വിട്ട് പെട്ടെന്ന് ഇങ്ങനെ കത്തിജ്വലിപ്പിക്കുന്ന രീതിയിൽ ശ്മശാനം, അത് ഇലക്ട്രിക് ഓവനോ എന്തായാലും. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തെ കത്തിക്കുന്ന രീതി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണിച്ചു തരുന്ന സതിയാണ്. ഉടന്തടിച്ചേട്ടൻ എന്നുള്ള പേരില് വാസ്തവത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടമാടിയിരുന്ന ഒരു പ്രാകൃതമായിരിക്കുന്ന സംഗതി അതെല്ലാം തന്നെ സതി എന്നുള്ള പേരിൽ അറിഞ്ഞുവെങ്കിൽ തന്നെ സതി അനുഷ്ഠിച്ചു എന്ന് പറയുന്ന സാക്ഷാൽ സതീ ദേവി സത്തായിരിക്കുന്ന പരബ്രഹ്മത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവൻ അവസാനം ശരീരത്തെ എല്ലാം ത്യജിച്ചുകൊണ്ട് മുക്തമാകുന്ന ഒരവസ്ഥ അത് കാണിച്ചു തരുന്നത് കുത്തിയിരുന്നുകൊണ്ടാണ്. അപ്പൊ ഏതൊരു സതീ ദേവിയാണോ വാസ്തവത്തിൽ കുത്തിയിരുന്നുകൊണ്ട് യോഗാവസ്ഥയെ പ്രാപിച്ചത്, ആ രംഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇത് നമ്മൾ വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കിയേ മതിയാവൂ. എല്ലാ തരത്തിലും അമ്മ സ്മരിച്ചു. മലയാളത്തിലുള്ള ശിവപുരാണത്തിന്റെ സതീഖണ്ഡം 30-ാമത്തെ അധ്യായത്തിലാണ്. മിണ്ടാതയാകവേ ദേവി ശങ്കരൻ തന്റെ വല്ലഭ അങ്ങുണ്ടായോരു ജഗതം വിധേ ചൊല്ലിയിടുകാതരാൽ ബ്രഹ്മാവ് പറഞ്ഞു. സ്മരിച്ചു തൻ ഗണവനെ ആദരാൽ. തന്റെ ഭർത്താവിന് വിട്ടിട്ട് പോന്നിരിക്കുകയാണ് കൈലാസത്തിൽ നിന്ന്. ഇവിടെ അച്ഛന്റെ അടുത്തായി പോയി. ഞാനിതാ എന്റെ ഭർത്താവിനെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ, അല്ലെങ്കിൽ തന്നെ പതി എന്ന് പറയുന്ന ഈശ്വരനാണ്. ഇന്നല്ല, പണ്ട്. പതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, പതിവ്രത എന്ന് പറയുന്ന പത്നി, പതിയെ തന്നെ ആശ്രയിച്ച് കഴിഞ്ഞു വരുന്നവള്. ഭർത്താവ് വന്നാൽ കാല് കഴുകും, കാല് കഴിച്ച വെള്ളമെല്ലാം തന്നെ അല്പം ഇങ്ങനെ ആചമിക്കും, മേലാസകലം തളിക്കും, എല്ലാവരും തളിക്കുന്നത് പണ്ടത്തെ സമ്പ്രദായം. ഇന്ന് ഭർത്താവ് പല ഷാപ്പിൽ നിന്നാണ് വരുന്നതെങ്കിൽ എങ്ങനെ കാല് കഴുകും? ഇല്ലേ? അവിടെയും ഗതികേട്ടുണ്ട്. ഭർത്താക്കന്മാരും വേണ്ട രീതിയിലൊന്നും അല്ല. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ കണവനെ സ്മരിച്ചു. കണവനെ ആദരാൻ മൗനിയായി സതി വടക്കൊതിക്കിൽ ഇളയിലിരുന്നു ശാന്തചിത്തയായി. അവിടെ ഒരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ ശാന്തമായ മനസ്സോടുകൂടി ഭർത്താവ് ഈശ്വരൻ, അവിടെ ഭർത്താവ് എന്ന് ചിന്തിക്കുന്നത് ഈശ്വരൻ, ഈശ്വരന്റെ ഭാര്യയാണല്ലോ ഈ സതി. അവിടെ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ധ്യാന നിമഗ്നമായിട്ടുള്ള അവസ്ഥയിൽ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. വസ്ത്രം ധരിച്ചു. അപ്പൊ ഇതുവരെ വസ്ത്രമില്ല എന്നല്ല, ശുചിയാചമിച്ചു. അവ കുളിച്ചു കുറിയിട്ടു എന്ന്. യോഗാവസ്ഥയെ പ്രാപിക്കുന്നതിന് മുമ്പ് ശരീരത്തെ ശുദ്ധമാക്കിയെന്ന് ഇതിനർത്ഥമുള്ളൂ. പൂജയ്ക്കിരിക്കുമ്പോഴും പൂജകന്മാര് ഈ ശരീരശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഇങ്ങനെ കടന്നു വരും. ശരീരത്തെ ശുദ്ധമാക്കുക. കുളിച്ചാലും ശുദ്ധമാകില്ല, ഭസ്മധാരണം ചെയ്താലും ശുദ്ധമാകില്ല. ശുദ്ധിയാക്കുന്ന രീതി പഞ്ചഭൂതങ്ങളെയും അത്തരത്തിലുള്ള പ്രാണങ്ങളെയും എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാണായാമാദികളെ കൂടെ അതിലൂടെ ശരീരത്തെ ശുദ്ധമാക്കുന്ന രീതി, അതാണ് വസ്ത്രം ശുദ്ധമാക്കുക. എവിടെ ശുദ്ധമാക്കിയെന്ന് ചിന്തിച്ചാൽ മതി. വസ്ത്രം ധരിച്ചു, ശുചിയാചമിച്ചു, വിധിപ്പടി കൺപൂട്ടി കാന്തനെ ഓർത്തു കൈക്കൊണ്ടു യോഗ പദ്ധതി. ഇന്നത്തെ സ്ത്രീകൾക്ക് യോഗ പദ്ധതി വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ ഏതൊരു ഭർത്താവിനെയാണോ ധ്യാനിക്കേണ്ടത് അതുകൊണ്ട് ചിന്തിക്കണ്ടേ? തന്റെ കണവൻ എന്ന് പറയുന്ന ഈശ്വരനാണെന്നുള്ള തോന്നൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ വേണ്ടേ? ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ കുചേലനും കുചേലപത്നിയും പോലെ, അത്തരത്തിലുള്ള ദേവഹൂതിയും അതുപോലെ കർത്തവ പ്രജാപതിയും പോലെ, അങ്ങനെ ഉദാഹരണങ്ങൾ അനവധി പുരാണങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആ വ്യക്തിത്വങ്ങളെ പോലെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കൺപൂട്ടി കാന്തനെയോർത്തു കൈക്കൊണ്ടു യോഗ പദ്ധതി. എന്താ യോഗ? ചിത്തവൃത്തി നിരോധ. യോഗ സമത്വം, യോഗ ഉച്ചത. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത നിർവചനങ്ങൾ. അതുകൊണ്ട് തന്നെ യോഗയെ ചിന്തിച്ചാൽ പരസ്പരം യോജിക്കുന്നത്, ഈ പറയുന്ന ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത്, മാനസികമായിട്ടുള്ള ഐക്യം സമ്പാദിക്കുന്നത്, ഐക്യം എന്ന് പറയുന്നതാണ് യജ്ഞധാതുവിൽ നിന്നുണ്ടാകുന്നത് യോഗ. എന്നിട്ടോ പ്രാണാപാനങ്ങൾ ഒരുപോലാക്കി തീർത്തു സിതാനന. ഈ പറയുന്ന സതീദേവി പ്രാണാപാനങ്ങളെ ഒരുപോലെയാക്കി എന്നാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഹൃദയം എന്ന് പറയുന്ന നെറ്റിക്കൊഴി, ആ ഹൃദയത്തിലുള്ള മുകളിലേക്ക് പോകുന്ന പഞ്ചപ്രാണങ്ങളിലൊന്ന്, അതിന്റെ പേര് പ്രാണൻ. അത് മസ്തിഷ്കത്തിൽ സഹസ്രാരബന്ധത്തിൽ പോയി തിരിച്ചു വരുന്ന രീതി പ്രാണന്റെ ഗതി. അപാനം എന്ന് പറയുന്ന പഞ്ചപ്രാണങ്ങളിൽ മറ്റൊന്ന് ഹൃദയത്തിൽ താഴത്തേക്ക് പോകും. ഈ പറയുന്ന മൂലാധാരത്തിൽ നിന്ന് മുട്ടിയിട്ട് തിരിച്ചു പോലും. മൂലാധാരം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്ക് വളരെ മോശമായിട്ടുള്ള സങ്കേതം.
ജനേന്ദ്രിയത്തിനും ബുധത്തിനും ഇടയ്ക്ക്. അപാനൻ എന്ന് പറയുന്നത് താഴത്തേക്ക് പോയി കയറി വരും, ഹൃദയത്തിൽ വന്ന് നിൽക്കും, വീണ്ടും താഴത്തേക്ക് പോകും. പ്രാണൻ എന്ന് പറയുന്ന മുകളിലേക്ക് പോകും, സഹസ്രാരപത്മത്തിൽ ചെന്ന് എത്തി നോക്കി തിരിച്ചു പോരും. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പ്രാണനും താഴത്തേക്ക് പോകുന്ന അപാനനും ഇത് രണ്ടും ഇങ്ങനെ ഒഴുകി നടക്കുന്നതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു. പ്രാണന്റെ ഗതി പ്രാണായാമം ചെയ്യുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നത്തെ പ്രാണായാമ സമ്പ്രദായം പ്രസവം കഴിഞ്ഞിട്ട് ആ സ്ത്രീയോട് ഡോക്ടർമാർ പറയും ബ്രീത്ത്, എങ്ങനെ ഇൻഹേൽ, അത് അകത്തേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക, അതിന് ബ്രീതിങ് എക്സർസൈസ് എന്ന് പറയും, പ്രാണായാമം എന്ന് പറയില്ല. പ്രാണായാമം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തിന്റെ ഒരു മാർഗമായി പോകുന്നത് കൊണ്ട് അവഹേളനം സംഭവിച്ചാലും ബ്രീതിങ് എക്സർസൈസ് ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കും. എന്നിട്ട് ഇത്തരത്തിൽ പ്രാണാപാനന്മാരെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കുന്ന രീതിയിലേക്ക് അമ്മ വന്നു. പ്രാണാപാനങ്ങൾ ഒരുപോലാക്കി തീർത്തു സുദാനന, ഉയർത്തി നാഭിചക്രത്തിൽ നിന്ന് എത്തിച്ചു ഉദാനനെ. നാഭി എന്ന് പറയുന്ന മണിപൂര ചക്രം അമ്മയുമായിട്ട് ബന്ധം സ്ഥാപിച്ച ചക്രമാണത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്ലാസന്റ എന്ന് പറയുന്ന മലവെള്ള അതുമായിട്ട് യോജിച്ചുകൊണ്ട് ഗർഭപാത്രത്തിൽ കിടന്ന പലതും ഊർത്തിക്കുടിച്ച ആ സമ്പ്രദായമാണ് മണിപൂരത്തിനുള്ളത്. മണിപൂരം എന്ന് പറയുന്നത് വളരെയേറെ ശ്രേഷ്ഠമാണ്, സോ പ്രഷ്യസ്. അപ്പൊ ഇത്രമാത്രം അതുല്യമായിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന ഒരവസ്ഥ ഈ മണിപൂരം എന്ന് പറയുന്ന ചക്രത്തിനേ ഉള്ളൂ. നാഭി എന്ന് പറയുന്ന ഒരു മർമ്മവും കൂടിയ നല്ലപോലെ ചവിട്ട് കൊടുത്താൽ അവിടെ ചെന്നു നാഭി. അപ്പോൾ നാഭി എന്ന് പറയുന്ന ആ ബന്ധമാണ് എല്ലാവർക്കും ഉള്ളതും, ഈ നാഭി ബന്ധം അമ്മയുമായിട്ട്. അപ്പൊ പ്രകൃതിയിലേക്ക് ജനിച്ചു വന്ന നമ്മൾ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ബന്ധം അമ്മയുമായിട്ട് സ്ഥാപിക്കുന്ന സ്ത്രീപുരുഷ വ്യത്യാസമന്യേ നാഭിയുമായിട്ടാണ്. അപ്പൊ ഈ നാഭിയിലേക്ക് ഉദാഹരണം എന്ന് പറയുന്ന മറ്റൊരു പ്രാണനെ ഈ നാഭി എന്ന അമ്മ ഉയർത്തിയെന്ന് പ്രാണായാമത്തിന്റെ, ധ്യാനത്തിന്റെ, ധാരണയുടെ, ശക്തമായിട്ടുള്ള യോഗ പദ്ധതിയുടെ ആവിഷ്കാരം. കേട്ടോ, നമ്മളിതെല്ലാം തന്നെ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാ. യോഗ ഡേ, ഇന്റർനാഷണൽ യോഗ ഡേ എല്ലാം തന്നെ തുടങ്ങിയിട്ട് അനവധി വർഷങ്ങളായി. അതെല്ലാം തന്നെ വാസ്തവത്തിൽ നാടകീയമായിട്ടോ അല്ലെങ്കിൽ പ്രചരണം കിട്ടാൻ വേണ്ടിയിട്ടോ ലോകമെമ്പാടും ആർഷഭാരതത്തിന്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വില കിട്ടാൻ വേണ്ടിയിട്ടോ കാട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് പോയി. പക്ഷെ വ്യക്തിഗതമായിട്ട് ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ഈ യോഗ പദ്ധതി അവനവന്റെ മനസ്സിനെ ക്രമപ്പെടുത്താനുള്ളതാകണമെങ്കിൽ ഇങ്ങനെ സാധിക്കും. പ്രാണാപാനങ്ങൾ ഒരുപോലെ തീർത്തു സിദാനന, ഉയർത്തി നാഭിചക്രത്തിൽ നിന്ന് യജ്ഞിച്ച് ഉദാനനെ. അപ്പൊ 3 പ്രാണങ്ങളായി, പ്രാണൻ, അപാനൻ, ഉദാനൻ 3മായി. എന്നിട്ടോ ഹൃൽകണ്ഠങ്ങളിൽ വെച്ച്, ഹൃദയം, കണ്ഠം, ഹൃദയം എന്ന് പറയുമ്പോൾ അനാഹത പത്മം, കണ്ഠം എന്ന് പറയുമ്പോൾ വിശുദ്ധി. ഹൃൽകണ്ഠങ്ങളിൽ വെച്ച് ഉള്ളാൽ ഉയർത്തി പുരികങ്ങളുടെ മധ്യത്തിലേക്ക്, നേരത്തെ പറഞ്ഞ ഭ്രൂമധ്യം, ആജ്ഞാചക്രം അങ്ങോട്ടേക്ക് കടത്തി പ്രാണാപാനന്മാരെ സമീകരിച്ചുകൊണ്ട് ഉദാനനെ നാഭീപത്മത്തിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ച് കടത്തിക്കൊണ്ട് നേരെ ഇങ്ങനെ ഉയർത്തി അനാഹതം എന്ന് പറയുന്ന ഹൃദയപത്മത്തെയും വിശുദ്ധി എന്ന് പറയുന്ന കണ്ഠപ്രദേശത്തെയും അതിക്രമിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പുരിയക്കുടികളുടെ ഇടയിലുള്ള ഭ്രൂമധ്യത്തിലേക്ക് കടത്തി. എന്നിട്ടോ ഈ ശങ്കര പ്രാണവല്ലഭ ദക്ഷനോടുള്ള കോപത്താൽ തന്റെ അച്ഛനായിരിക്കുന്ന പ്രജാപതി ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് ആ കോപം ഇങ്ങനെ ഉജ്ജ്വലമായിട്ടുള്ള രീതിയിലേക്ക് വന്ന് സ്വശരീരം ത്യജിക്കുവാൻ ധരിച്ചു. എന്റെ ശരീരത്തെ ഇല്ലാതെയാക്കുവാൻ ധരിച്ചു. യോഗമാർഗത്തിൽ തൻ മെയ്യിൽ കാറ്റും അഗ്നിയും, തന്റെ ശരീരത്തിൽ തന്നെ സ്വതതയുള്ള ഇൻഹറന്റ് ആയിരിക്കുന്ന അഗ്നിയെയും അതുപോലെ വായുവിനെയും ധരിച്ചു എന്നാണ്. ഇവിടെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരീരത്തെ കത്തിക്കാനുള്ളതാണ് ഒന്ന്. കത്തിക്കാനുള്ള ഈ ശരീരത്തെ നമ്മൾ താലോലിച്ച് എന്തെല്ലാം ഗോഷ്ഠികളാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സഞ്ചാരമാകുന്ന ഈ സമൂഹത്തിൽ. എന്റെ നാട്ടിൽ ആലുവ എന്ന് പറയുന്ന പ്രദേശത്താണ് നാരായണ ഗുരുദേവൻ വർഷങ്ങളേറെയായി അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്, നാം വാസ്തവത്തിൽ നമ്മുടെ ശരീരമല്ലല്ലോ എന്ന്. ഇത് വേദാന്തമോ? നാം നമ്മുടെ ശരീരമല്ലല്ലോ എന്ന് പറയുന്ന ഭാഗവതത്തിൽ ഉടനീളം നിങ്ങൾ പദ്ധതിയായി കിട്ടും. പുരാണങ്ങളെല്ലാം തന്നെ പറഞ്ഞു വരുന്ന വേദത്തിന്റെ അർത്ഥം ഗ്രഹിപ്പിക്കുന്ന പുരാണങ്ങളിലൂടെ ശരീരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സനാതന ധർമ്മികൾ. വീണ്ടും സനാതനം, നമ്മൾ സനാതനം എന്ന് പറയുന്ന സംഗതികൾ ആത്മാവ് മാത്രമാണെന്ന് കണ്ട് ശരീരം സനാതനമല്ല എന്ന് കണ്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് വന്ന മാർഗത്തെ സനാതന മാർഗം. അവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന ഉച്ചനീചത്വങ്ങളോ ജാതി ചിന്തകളോ അതെല്ലാം തന്നെ അലട്ടുന്ന സമ്പ്രദായമല്ല. അത് ഇടക്കാലത്ത് വന്ന പുഴുക്കൂത്തുകളാണ്. അത് വാസ്തവത്തിൽ ഉയർന്നയുണ്ടാകതി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂട്ടർ മൊണോപ്പളൈസ് ചെയ്ത് സമൂഹത്തിന്റെ ഉന്നത തലങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചിരുന്നവർ ഉണ്ടാക്കിയ കാട്ടിക്കൂട്ടിയ വേക്കൂത്തുകളാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ശരീരവും ആത്മാവും തമ്മിലുള്ള അത്തരത്തിൽ വേർതിരിച്ചുകൊണ്ടുള്ള ചിന്തയല്ലാതെ പറ്റി യാതൊന്നുമില്ല. ഈ അമ്മ തന്നെ ഇവിടെ വാസ്തവത്തിൽ എന്ത് ചെയ്തു?
ദക്ഷനോടുള്ള കോപത്താൽ ശരീരം ത്യജിക്കുവാൻ ധരിച്ചു. ശരീരം തന്നെ ഞാൻ ധരിച്ചതാണ്. ധരിക്കുക എന്ന് പറഞ്ഞ വാക്ക് നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ധരിക്കുകയാണ്, അതാണ് ധർമ്മം. നമ്മൾ ധരിച്ചതാണ് ധർമ്മം, ധരിച്ചതാണ് മനസ്സിലാക്കിയതാണ് ധർമ്മം, ധരിച്ചതാണ് ഉടുത്തതാണ് ധർമ്മം, ഉടുത്തതാണ് ശരീരം. നമ്മുടെ ശരീരത്തെ നമ്മൾ ഉടുത്തു അല്ലെങ്കിൽ എടുത്തു, അത്തരത്തിൽ ശരീരത്തെ എടുത്ത് ഉടുത്തപ്പോൾ ധർമ്മം, ധർമ്മത്തിനുള്ള ഉപാധി. അതാണ് ആയുർവേദം പറഞ്ഞു പഠിപ്പിച്ചത് ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്ന ധാരയെ അല്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ടുണ്ടായ ധർമ്മത്തിന്റെ വ്യവസ്ഥ പല പല രീതിയിലാണ്. കൺസീവ് ചെയ്യുക എന്ന് പറയുന്ന ഉദാത്ത ചിന്താഗതികളും അതുപോലെ എല്ലാ കാര്യങ്ങളും ധരിക്കുന്ന പ്രോപ്പറായാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു മുന്നോട്ട് പോകാം. ഇവിടെ ഈ ഈശ്വരനെ ധരിക്കുന്നതിന് നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് തെറ്റായ ധാരണകൾ വന്നു. ഇതിപ്പോൾ ഈശ്വരനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് എല്ലാ മതസ്ഥരും അവരവരുടെ മതങ്ങളെല്ലാം തന്നെ കേവലം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ധാരണ ഇവിടെ കാണാം. ആരാണ് ഈശ്വരൻ? ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരനില്ല എന്ന് പ്രഖ്യാപിക്കാം. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരൻ ഇല്ല എങ്കിൽ അതെന്റെ ആത്മാവാണെന്ന് പ്രഖ്യാപിക്കാം. ആത്മാവ് എന്ന് പറയുന്നത് നശിക്കാത്തൊരു സാധനമാണെന്ന് പ്രഖ്യാപിക്കാം. അതോ നിത്യശാശ്വതോ എം പുരാണോ ശരീരെ ഇത്യാദി ഗീതാവചനങ്ങൾ കൊണ്ട് ആത്മാവിന്റെ ശാശ്വതമായിട്ടുള്ള വ്യവസ്ഥ നമുക്ക് ഗണിക്കാം. സനാതനമായിരിക്കുന്ന മൂല്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശരീരമല്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഭാവത്തെ വാസ്തവത്തിൽ ആർജിച്ചു തന്നെ ഇതിനർത്ഥമുള്ളൂ. ആ കാറ്റും അഗ്നിയും തിരിച്ചകാലം മുതൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കാറ്റ്, വായു, ശരീരത്തിലേതമായത്, അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കാനുള്ള ഉപാധി. അത് രണ്ടും ശരീരത്തിലുള്ളത്. അതിനെ ജ്വലിപ്പിച്ചു, അതിന് കൂടുതൽ ആക്കവും തൂക്കവും കൊടുത്തു എന്ന്. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോഴും അന്തഭാഗ്യം ജനാനാം എന്ന് പറയുമ്പോഴും ഈ പറയുന്ന സംക്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്ന ശ്ലോകത്തിൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം എന്നിങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ഗുരുഭവനപുരം ശരീരമാണോ? ഗുരു എന്ന് പറയുന്ന ജീവനാണ്, ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. അപ്പോൾ ദേവഗുരുവായിരിക്കുന്ന ആ ബൃഹസ്പതി അഥവാ ഈ പറയുന്ന ജീവൻ, അതുപോലെ വായു എന്ന് പറയുന്ന ജീവസന്ധാരണത്തിന് ആവശ്യമായ ഉപാധികളിലൊന്ന്, പഞ്ചഭൂതങ്ങളിലൊന്ന്, അത് രണ്ടും ഇങ്ങനെ പിടികൊള്ളുന്ന ശരീരമാണ് ഗുരുവായൂരം. നമ്മളവിടെ ഇടിയിട്ട് കയറി തലയിട്ട് തല്ലി അകത്ത് കയറി കണ്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ വിളിച്ച് ഓടി തിരിച്ചു വരുന്ന കാഴ്ച കാണുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ആ മൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറെ നേരം അവർ ഡാൻസോടെ നടന്നു കൊള്ളട്ടെ, എന്ത് വേണമെങ്കിലും നടന്നു കൊള്ളട്ടെ, സ്വസ്ഥമായിട്ട് കുറെ നേരം കുത്തിയിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ തരത്തിലും ഈശ്വര ദർശനം സാധിക്കുമാറ് ഈ ഗുരുവായൂർ തന്റെ ഉള്ളിലാണ് ഗുരുവായൂരം എന്ന് പറയുന്ന ക്ഷേത്രസ്ഥാനാണ്. തന്റെ ശരീരമാണെന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്ന രീതി ഇവിടെ അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ ശരീരത്തിലുള്ള അഗ്നിയെയും ശരീരത്തിൽ സംസിദ്ധമായിരിക്കുന്നതായ ഉണിയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ശരീരത്തെ കത്തിച്ചു. ശരീരത്തെ കത്തിക്കണം നമ്മ കാണിച്ചു തരികയാണ്. ശരീരത്തെ കത്തിക്കുക, ശരീരത്തെ ഇല്ലാതെയാക്കുക. ശരീരം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ പുരഞ്ജനോപാഖ്യാനം. ഈ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പ്രാചീന പരീക്ഷ എന്ന് പറയുന്ന ഒരു കർമ്മഠനെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീ വാസ്തവത്തിൽ നേടുന്നത് എന്താണ് എന്ന് നാരദൻ ചോദിച്ച് പേടിപ്പെടുത്തി. അത്തരത്തിൽ പേടിപ്പെടുത്തിയാണ് ആ പ്രാചീന പരീക്ഷ ഈ കഥാഗോളത്തിലൂടെ അല്ലെങ്കിൽ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് ജ്ഞാനം എന്ന് പറയുന്ന അറിവ് മാത്രമാണ് മോക്ഷത്തിന് ഹേതു എന്നുള്ള ബോധത്തിലേക്ക് എത്തി. അവിടെയാണ് ഈ പുരഞ്ജനോപാഖ്യാനം പുരത്തെ ജനിപ്പിക്കുന്നവനാരെ, പുരത്തെ ജനിപ്പിക്കുന്ന പെണ്ണ പുരഞ്ജനി, ആണാകുമ്പോൾ പുരഞ്ജനൻ പുരത്തെ ജനിപ്പിക്കുന്നത്. നവദ്വാരങ്ങളുള്ള ശരീരത്തെ കണ്ട് അതിന്റെ അകത്തേക്ക് കുടിയേറി പാർത്ത പുരഞ്ജനൻ എന്ന് പറയുന്ന ജീവൻ, പുരഞ്ജനി എന്ന് പറയുന്ന ജീവൻ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജീവന്മാരെ, അങ്ങനെ വ്യക്തിഗതമായിട്ടുള്ള ജീവന്മാര് ഈ ശരീരത്തെ എടുത്തതാണ്. എന്നിട്ട് ശരീരത്തിൽ കടന്നുകൂടിയിട്ട് ശരീരത്തെയും കൊണ്ട് നടക്കുന്നവരാണ്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് എടുത്തത് കൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ചേ മതിയാവൂ, കത്തിച്ചു കളഞ്ഞേ മതിയാവൂ. അതിനുള്ള സാധനയാണ് ഉപാസന. ഈ ശരീരം എന്ന് പറയുന്നതിന് എങ്ങനെ കത്തിക്കാമെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു, കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ശരീരത്തിൽ തന്നെയുള്ള അഗ്നിയെയും വായുവിനെയും ജ്വലിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മൾ കണഞ്ഞ് പരിശ്രമിച്ചാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ തപസ് എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന തപസ്സിന്റെ ഉടമയാണെങ്കിൽ ഇത് പ്രത്യേകിച്ചും ആദിപരാശക്തിയുടെ പ്രാദുർഭാവവും കൂടിയാണ്. അപ്പൊ എല്ലാ തരത്തിലും ശിവപരമായിട്ട് ധർമ്മഭക്തിക്ക് ഇതെല്ലാം തന്നെ സാധിക്കും. നമ്മളും അത് സാധിച്ചാൽ വളരെ നല്ലത്. ശരീരത്തെ എല്ലാം തന്നെ കത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ അതിനകത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നിത്യവും ജപിച്ചും തപിച്ചും കുറെ നേരം ഇരിക്കാൻ കഴിഞ്ഞാൽ ആ താപത്തിലൂടെ, ആ ശക്തമായിട്ടുള്ള ഉഷ്ണപ്രവാഹത്തിലൂടെ നമുക്ക് ശരീരത്തെ കത്തിക്കാം എന്ന് പറഞ്ഞാൽ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവ് അവിദ്യയാകുന്നതും എന്ന് പറയുന്ന തലത്തിലേക്ക് എത്താം. നിങ്ങളെല്ലാവരും ശരീരമാണെന്നുള്ള രീതിയിലേക്ക് വരാതെ അതെല്ലാം തന്നെ മോഹമാതാവാണ്, അല്ലെങ്കിൽ മോഹം എന്ന് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ സംസാരത്തെ ജനിപ്പിക്കുന്ന ഒന്നാണ്.
ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തെറ്റ് ദേഹം നിമിത്തം അഹംബുദ്ധിനെ കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹം എന്ന ആമ്രേടി കൊണ്ടിലർന്നിടം ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകില്ല. മണ്ണിൻകിരിയുടെ കൃമികളായി പോകില്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന അഭ്യന്തരമായണം. ഈ ശരീരം ഞാനാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഈ ശരീരത്തെ ഞാൻ എടുത്തതാണ്. ശരീരത്തെ എടുത്ത അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഈ പ്രപഞ്ചത്തില്. അങ്ങനെ ജനിപ്പിച്ചു ആ രീതിയിൽ പോകുന്ന ഈ ശരീരം നമ്മൾ കത്തിച്ചു കളയാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സനാതന ധർമ്മത്തിന്റെ ഈടുത്ത സംഭാവന. ഇത് വാസ്തവത്തിൽ ആർട്ട് ഓഫ് ഡൈയിങ്. ആർട്ട് ഓഫ് ഡൈയിങ് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പിന്നാലെ പോകുന്നുണ്ടല്ലേ? ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ മേളം മസാല കൂട്ടിക്കൊണ്ട് നല്ല പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് കാലത്ത് വെള്ളയപ്പത്തിന്റെ കൂടെ മുട്ടക്കറി. ആർട്ട് ഓഫ് ലിവിങ്. ഉച്ചയ്ക്ക് കുഴിമന്തി പോലുള്ള മാന്തികളെല്ലാം തന്നെ വാങ്ങി അത് നിന്നുകൊണ്ടിരിക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്. അപ്പൊ ഈ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള സംഗതി, എങ്ങനെ മരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. കേട്ടാവോ നിങ്ങൾ? അതാണ് ശിവയോഗ. അപ്പോൾ ശിവനിലൂടെ കടന്ന് നമ്മൾ കടന്നു കയറുന്നത് എങ്ങനെ മരിക്കണം. ആത്മഹത്യ അല്ല മറുപടി. പലപ്പോഴും പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകളുടെ ചുവട്ടുകളിൽ തന്നെ എഴുതി പിടിപ്പിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ആര് കേൾക്കാൻ? ആത്മഹത്യ അല്ല ഈ പറയുന്ന ആർട്ടുണ്ടായി. പക്ഷേ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപണം ത്യജിക്കുന്നത്. നിങ്ങൾ മഹാഭാരതത്തിലേക്കും ഭാഗവത്തിലേക്കും ഒന്നുകൂടി വരൂ. ഏതായാലും വിധവരുടെ ഉപദേശപ്രകാരം ഗാന്ധാരിയും ഈ പറയുന്ന കുന്തിയും അതുപോലെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വടക്കോട്ടേക്ക് പോകുന്ന പ്രസ്ഥാനം, മഹാപ്രസ്ഥാനം. വടക്കോട്ടേക്ക് പോകുക എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ സ്ഥാനങ്ങളിലേക്ക് അങ്ങനെ നടന്നു പോകുന്ന അവര് ശരീരത്തെ ത്യജിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് മഹാഭാരതത്തിലും ഈ മഹാഭാഗവതത്തിലുമെല്ലാം. അപ്പൊ എപ്രകാരമാണ് ശരീരത്തെ ത്യജിക്കേണ്ടത്? പിന്നാലെ പാണ്ഡവന്മാര് രാജ്യഭാരമെല്ലാം തന്നെ പരീക്ഷത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും അവര് പോകുന്നുണ്ട് വടക്കോട്ടേക്ക്. ശരീരത്തെ ഇങ്ങനെ ത്യജിക്കണമെന്ന് കാണിച്ചു തരികയാണ്. വടക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെ സുഹൃത്തികളായിട്ടുള്ള ഋഷീശന്മാരുടെ സംഗീതത്തിലേക്ക് പോവുക, ജ്ഞാനത്തിന്റെ വേദിയിലേക്ക് കടക്കുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പൊ ആത്മജ്ഞാനം ഉണ്ടാക്കിയിട്ട് ശരീരത്തെ നിഷ്കരണം ത്യജിക്കാനുള്ള രീതിയിലേക്ക് പോവുക. ഉണ്ണാതെ ഉറങ്ങാതെ പരീക്ഷത്ത് കാണിച്ചു പോലെ. 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു എന്ന് പറയുന്ന പരീക്ഷത്ത് പാമ്പ് കടിയേറ്റിട്ട് മാത്രമല്ല മരിച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവതാചാര്യന്മാർ അത് പറഞ്ഞു തരുന്നില്ല. പാമ്പ് കടിയേറ്റിട്ട് മാത്രമല്ല അദ്ദേഹം മരിച്ച, അദ്ദേഹത്തിന്റെ ശരീരത്തെ ഇല്ലാതെയാക്കിയത്. അദ്ദേഹം മരിച്ചത് സ്വയം മരിക്കാൻ തയ്യാറെടുത്ത ആഹാരം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് 7 ദിവസം പട്ടിണിയും മരുവട്ടവും സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച് രാത്രി ഉറങ്ങാതെയും അങ്ങനെ എല്ലാ തരത്തിലും ശാരീരിക ധർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചുവെന്ന് സ്വാഗതം മോദി. സ്വാഗതം കൃഷ്ണ എന്ന് പറയുന്നതിന് പകരം സ്വാഗതം മൃത്യുവേ. അങ്ങനെ മൃത്യുവെ ഇങ്ങനെ സ്വാഗതം മോദിക്കൊണ്ട് ഒപ്പം കൃഷ്ണനെ കണ്ടുകൊണ്ട് ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ കണ്ട കൃഷ്ണനാണ്. പരീക്ഷത്ത് എന്ന് പറയുന്ന ഈ പറയുന്ന സുഹൃതി അദ്ദേഹത്തിന് സുഖബ്രഹ്മത്തെ കിട്ടിയപ്പോൾ വീണ്ടും ആ കൃഷ്ണനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഗംഗയുടെ തീരത്ത് 7ാമത്തെ ദിവസം ശരീരത്തെ ത്യജിച്ചു, ഉപേക്ഷിച്ചു. സർവധർമ്മൻ പരിത്യജ്യ മാം ഏകധർമ്മം പ്രജ എന്ന് പറയുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പിന്നാരിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആടയാഭരണങ്ങളും അത്തരത്തിലുള്ള വേഷവിധാനങ്ങളും അതുപോലെ നമ്മുടെ കുറച്ച് സജ്ജീകരണങ്ങളും നല്ല നല്ല കാറുകളെല്ലാം തന്നെ വാങ്ങിയിട്ട് പോരാതെ വന്നിട്ട് വീണ്ടും ആ ലക്ഷൂറിയസ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന മനുഷ്യന്റെ ശരീരത്തോടുള്ള അദമ്യമായിരിക്കുന്ന പ്രീതി അതെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് അമ്മ കാണിച്ചു തരുന്ന മാതൃകയാണ്. ഇത് ശിവയോഗ. പിടുത്തം കിട്ടുന്നുണ്ടോ? ഇവിടെ വിഷ്ണുവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടും തന്റെ അടുത്തോട് പറയാം. യോഗാവസ്ഥയിലാണ്. പ്രത്യേകിച്ചും അമ്മിയോദേവരെ ഈ പറയുന്ന ഈ കാണുന്ന ആലിന്റെ ചുവട്ടിൽ പാമ്പ് പഴുതാതെ ഉള്ളത് 71 കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ജപിച്ചത് വെച്ച് കിടന്നു വളരെയേറെ വർഷങ്ങൾ. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞു കൂടിയ ഒരവസ്ഥ എനിക്കുമുണ്ട്. ഈ കുളത്തിലാ കൂടി, അവിടുത്തെ കുളത്തിലല്ല. അപ്പൊ എല്ലാ തരത്തിലും കുളിച്ച് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളിലിരുന്ന് ജപിക്കും. ഉറക്കം വന്ന് കിടക്കും. അല്ലാതെ മുറിയൊന്നും കിട്ടില്ല. ഇന്നത്തെ കൂട്ട് ലക്ഷൂറിയസ് ആയിരിക്കുന്ന ലോഡ്ജുകളില്ല. ഇന്നത്തെ കൂട്ട് വ്യഭിചാരം നടക്കുന്ന പറയാമോ? അപ്പൊ എല്ലാ തരത്തിലും വൃത്തികേടുകൾ നടക്കുന്ന ലോഡ്ജുകളില്ല. ശുദ്ധമായിട്ടുള്ള സങ്കേതങ്ങളല്ല ഇതാണ്. ഇത് എല്ലായിടത്തും വളരെയേറെ പരിഷ്കാരോ അത് കിട്ടുന്നോട്. അപ്പൊ എല്ലാ തരത്തിലും ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, ശത്രുത്വം പോലും മുറികിട്ടാതിരുന്ന കാലഘട്ടത്തില് ഇവിടെ ഈ ആലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ജപിക്കുന്നത് ഉത്തരമന്ത്രങ്ങളാണ്. ശരഭം പോലുള്ള സാൽവൻ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഭഗവാന്റെ മന്ത്രമായാലും അല്ലെങ്കിൽ അപ്പുറത്ത് നാരായണകുളങ്ങരയിലെ ഭദ്രകാളി രുദ്രഭാവത്തിലുള്ള പ്രതിക്രിയയായാലും ഇതെല്ലാം തന്നെ ജപിച്ച നരസിംഹമൂർത്തിയായാലും ഗുരുവായൂരപ്പനെ ചൊല്ലി
ഇതെല്ലാം തന്നെ ജപിച്ചവിടെ ഈ പറയുന്ന രീതിയിൽ ആലിന്റെ ചുവട്ടിൽ കിടന്നുണ്ടാവും. ഇത് യോഗാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ശരീരത്തെ തിരിക്കാൻ തയ്യാറാകുക. നമ്മളിവിടെ ഹോമകുണ്ടത്തിലേക്ക് ശ്രീരുദ്രൻ പോലുള്ള ആ മന്ത്രങ്ങളെല്ലാം തന്നെ ഉച്ചരിച്ചുകൊണ്ട് അഗ്നികുണ്ടത്തിലേക്ക് ആഹുതി ചെയ്യുമ്പോൾ ഇതർമ്മമായ എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത്, ഇത് എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ മുഴുവൻ ഈശാവാസികത സർവം ഈശ്വരന്റേതാണ് സകലതും എന്നുള്ള ഉറപ്പുവരുത്തുക. ശരീരം പോലും വാസ്തവത്തിൽ കത്തിച്ചു കളയാനുള്ള ഒരു സംഗതിയാണ്, ഒരു സാമഗ്രിയാണ്, അല്ലെങ്കിൽ അത് ഈ പറയുന്നതിനുള്ള ഉപകരണമാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം. ആ രീതിയിലുള്ള യോഗ, അതിന്റെ പേര് ശിവ യോഗ. നല്ല പോലെ ഇത് ചിന്തിക്കുക. കടന്ന് കയറി 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 വൈകുന്നേരമായാലും തീരാത്തത്ര ശക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് എടുത്തിട്ടത്. ഏതായാലും ഈ വൈദ്യുരം പോലെ സുഹൃത്തുക്കൾ ഇങ്ങനെ ആണ്ടിലൊരിക്കൽ വിളിക്കുമ്പോൾ ഇപ്പൊ അധികം നാളെ ഇങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ടാണ് വന്നപ്പോ ഇവിടെ നവീകരണം നടക്കുന്നു. ചുറ്റുപാടും എല്ലാം തന്നെ നല്ല കരിങ്കല കൊണ്ട് കെട്ടിയ സുന്ദരമായിരിക്കുന്ന ഒരു ഈശ്വരന്റെ ആസ്ഥാനമായിട്ട് മമ്മിയൂർ ദേവരെ തന്റേതായിട്ടുള്ള ഗ്രഹത്തെ ഇങ്ങനെ പുനഃസ്ഥാപിക്കുന്നു. അത് കാണുമ്പോൾ അങ്ങേയറ്റത്തെ കൊതി വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന ക്ഷേത്രത്തെയും നിങ്ങൾ നന്നാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ട കപ്പുംചോറെല്ലാം തന്നെ കഴിച്ച് തടിച്ചു കൊടുത്ത് അതിനെയെല്ലാം തന്നെ ദൃഢമാക്കാനല്ല ഞാൻ പറഞ്ഞത്, അതിനെ ഈ കത്തിക്കാൻ ഉതകുന്ന രീതിയിലാക്കുക. കത്തിക്കാൻ ഉതകണമെങ്കിൽ ഇതുപോലെ തന്നെ സാക്ഷാൽ പരമേശ്വരനെ കണ്ണിൽ കണ്ടുകൊണ്ട് തന്റെ കണവനെ കണ്ട് ഈശ്വരനെന്ന് നനച്ചുകൊണ്ട് ശരീരത്തെ സ്വയം കത്തിച്ചുകൊണ്ട് സതി എന്ന് പറയുന്നത് അക്ഷായരി, ശരീരത്തെ ത്യജിക്കുന്ന സമ്പ്രദായം യോഗാവസ്ഥയിലേക്ക് പരബ്രഹ്മമായിരിക്കുന്ന ശിവപെരുമാളെ ധ്യാനിച്ചുകൊണ്ടുള്ള ഭാഗവതം പറയുന്ന ജീവബ്രഹ്മ ഐക്യം. ഞാൻ ഭാഗവതമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് എല്ലാ പുരാണങ്ങളും കൂട്ടിക്കൊഴിച്ച് പഠിക്കണം. 18 പുരാണങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ച് അതുവിധം പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. സമന്വയിപ്പിക്കാൻ നമുക്ക് ശക്തിയില്ല എങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. അപ്പൊ എല്ലാ തരത്തിലും ജീവബ്രഹ്മ ഐക്യം എന്ന ഭാഗവതം പറഞ്ഞു തരുന്നത് തന്നെയാണ് ശിവയോഗ. അതിന് ശിവനേറ്റവും കേന്ദ്രബിന്ദു എന്ന് പറയുന്ന കാരണം തലയിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം. അതാണ് കൈലാസം. തലയിലേക്ക് കയറാൻ നിവൃത്തിയില്ല. അത്തരത്തിൽ യോഗ്യമായിട്ടുള്ള ഒരു പദവി രുദ്രാവതാരത്തിലൂടെ അദ്ദേഹം സാധിച്ചതാണ്. അതിൽപ്പെട്ട ഈ ശിവൻ എന്ന് പറയുന്ന സംജ്ഞ ആ രണ്ടക്ഷരങ്ങളെ കൊണ്ട് ഇതിനേക്കാൾ ഉദാത്തമായിരിക്കുന്ന പരബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. തലയോടെല്ലാം തന്നെ പൊട്ടിച്ചുകൊണ്ട് ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ആ ശിവപെരുമാളുടെ സ്വാധീനത്തിലും സാന്നിധ്യത്തിലും നമ്മൾ അതുല്യമായിരിക്കുന്ന പ്രതിഭ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പരബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള ശരീരത്തെ കത്തിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് ഓരോരോ ചക്രങ്ങളെയെല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് ഷഡ്ചക്ര ഭേദനം എന്ന യോഗമാർഗം പറയും. അതെല്ലാം തന്നെ മുറിച്ചുകൊണ്ട് കടന്നു കയറി അത്തരത്തിലുള്ള ഈശ്വര ആയത്വത അതജ്ഞം പ്രാപിക്കുന്ന ജീവബ്രഹ്മൈക്യം നിങ്ങൾക്ക് സാധിച്ചുകൊണ്ട് യോഗപദവി അലങ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി കിട്ടിയിരിക്കുന്ന ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനാക്രമം അത് സനാതനം. ആ സനാതനമായിരിക്കുന്ന സന്മാർഗത്തെ നമ്മുടെ ആൾക്കാരും എല്ലാവരും വളച്ചൊടിച്ച് വികൃതമാക്കിയതിന് ഉത്തരവാദി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ആചാര്യന്മാരെന്നോട് ശ്രേഷ്ഠപതികളായിട്ടുള്ള എല്ലാവരും തന്നെ അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു. അതെല്ലാം തന്നെ ഉപയോഗിച്ചു അനുഷ്ഠാന കർമ്മങ്ങളിൽ വരുകയും എല്ലാ തരത്തിലും ശ്രേഷ്ഠതയുണ്ട് ഈ സംസ്കാരത്തിനെ എന്ന് കാട്ടിക്കൊടുത്താൽ ഒരുപക്ഷെ അവഹേളനാത്മകമായിട്ടുള്ള പരാമർശങ്ങൾ അതൊന്നും തന്നെ ഇല്ലാതെ സുന്ദരമായിരിക്കുന്ന ഒരു സമൂഹമായി ഭാരതാംബയുടെ മാറിടത്തിൽ നമ്മൾ വളരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമഃ പാർവതീപതയേ. അനഘര മഹാദേവാന്ന് ഉച്ചത്തിൽ പറയൂ. ഓം നമഃ പാർവതീപതയേ. ശബ്ദം കൂട്ടണം, ഗുരുവായൂരപ്പൻ കേൾക്കണം. ഓം നമഃ പാർവതീപതയേ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഉറക്കെ ഹൃദയം പൊട്ടണമെങ്കിൽ പൊട്ടിക്കൊള്ളട്ടെ, ചത്തുപോണെങ്കിൽ ചത്തുപോട്ടെ. നമുക്കെന്താ കാര്യം? ശരീരത്തെ കത്തിക്കാനല്ലേ നമ്മൾ പഠിച്ചത്. ഹര ഹര മഹാദേവ. രക്ഷ രക്ഷ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാ